ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് ദൈവത്തിൻ്റെ വചനം യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എൻ്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വിഷയമാണ്. ഒരുപാട് ഒന്നും പറയുവാൻ ഇതിനകത്തില്ല. ഒരു ചെറിയ ഒരു തോട്ട്സാണ് കർത്താവ് ആത്മാവിനോട് ഇടപെട്ട ഒരു കാര്യമാണ്. കാരണം അടുത്തൊരു ജനറേഷൻ, പ്രൈസ് ദി ലോർഡ്, ഒരു വലിയ നൂറ്റാണ്ട് നമുക്ക് കഴിഞ്ഞു. മോശ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു നൂറ്റാണ്ടിൽ ദൈവം ഉപയോഗിച്ച, കഴിഞ്ഞ നൂറ്റാണ്ടുകൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന റെയ്നാഡ് ബോങ്കെ, അതുപോലെ തന്നെ TB ജോഷുവ, ബില്ലി ഗ്രഹാം, രവി സക്കറിയ, രാമേശ്വരം പൗലോസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് അറിയപ്പെടുന്ന അപ്പോസ്തലന്മാർ, അഭിഷിക്തന്മാർ, ലക്ഷക്കണക്കിന് ജനങ്ങളെ, ഒരു രാജ്യങ്ങളെ തന്നെ ഷേക്ക് ചെയ്ത ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, അവരൊക്കെ ഞാൻ ചിന്തിക്കുന്ന മോശമാരായിരുന്നു. അവരെല്ലാം വലിയൊരു കൂട്ടം ജനത്തെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന മോശമാർ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു ജനറേഷനെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മോശ എന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിൽ വെച്ച് തിരഞ്ഞെടുക്കുന്നു. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു മുൾപ്പടർപ്പിനകത്ത് തീ ഇറങ്ങി വന്നപ്പോൾ മോശ ദൈവത്തെ കണ്ടു മാനസാന്തരപ്പെട്ടു എന്നാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ മോശയെ ദൈവം സൃഷ്ടിച്ചത് തന്നെ ഒരു അത്ഭുതകരമായ ഒരു പ്രതികൂല സാഹചര്യത്തിന് നടുവിൽ, എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ ദൈവത്തിന് പ്ലാനും പദ്ധതി ഉണ്ടായിരുന്ന ആ തലമുറയെ പ്രതികൂലത്തിനകത്ത് വെച്ച് ആ ലേവി ഗോത്രത്തിനകത്തുള്ള സ്ത്രീയും പുരുഷനും അവരൊരിക്കലും ആ സാഹചര്യത്തിൽ ഒരു തലമുറ ജനിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യമാണ്. സാഹചര്യം ശരിയല്ല. കൊലപാതകപുത്രനായ ഫറവോൻ കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുത്തിരിക്കുമ്പോഴാണ് എങ്ങനെ അവർക്ക് ധൈര്യം വന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ വലിയൊരു കൂട്ടമരണം നടക്കുമ്പോഴാണ് രക്ഷകൻ ജനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് മോശയുടെ ചരിത്രം പഠിക്കുമ്പോൾ വലിയൊരു മരണം, കൂട്ടമായ മരണം, കുഞ്ഞുങ്ങളുടെ നിലവിളി സ്വർഗത്തിലെത്തുമ്പോൾ ആ സമയത്ത് ഒരു ഭയങ്കര ധൈര്യം രണ്ടുപേർക്കുണ്ടാകുകയാണ്. ലേവി ഗോത്രത്തിലെ ഒരു പുരുഷനും സ്ത്രീക്കും ദൈവത്തിൻ്റെ ആത്മാവിനാൽ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ഞാൻ തിരഞ്ഞെടുത്തെന്നോ അല്ലെങ്കിൽ എൻ്റെ ഹിതം, എൻ്റെ ഇഷ്ടം, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഹിതം എന്നൊക്കെ നമ്മൾ ചെയ്തു. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വപ്നവും ദൈവത്തിൻ്റെ പദ്ധതികളും, ഹന്നയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഹന്നയ്ക്ക് വലിയൊരു ദുഃഖം വന്നു. ആ ഹന്നയുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ദുഃഖമാണ്. ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കും. പ്രൈസ് ദി ലോർഡ്. അവരെ ഒരു എക്സാമ്പിളാക്കി ദൈവം നിർത്തും. യെഹെസ്കേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യെഹെസ്കേലിനെ നമുക്കറിയാം, വലിയൊരു പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ദൈവം ഒരു എക്സാമ്പിളാക്കി മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹോശയ്യ പ്രവാചകനെ ദൈവം ഒരു എക്സാമ്പിളാക്കി മാറ്റുകയാണ്. ഇവരുടെയൊക്കെ ജീവിതത്തെ ദൈവം ഒരു പ്രവാചകനായി ചുമ്മാ വിളിക്കുന്ന ഒരു ആളിനോട് ദൂത് പറയുന്നവനല്ല പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പ്രവാചകന്മാരെ ആൾക്കാരെ വിളിച്ചിരുത്തി അന്യഭാഷ്യം പറഞ്ഞ് ഉടരവ ക്ഷവാരവ രീവ ഷന്ധരവ, മകനെ മകളെ ദൈവത്തിൻ്റെ ഇതല്ല. നമ്മൾ അങ്ങനെ ഒരു ഇത് ഗിഫ്റ്റാണ്, അത് പ്രവചന ഗിഫ്റ്റാണത്. പ്രൈസ് ദി ലോർഡ്. അതൊരു കൃപാവരം മാത്രമാണ്. എന്നാൽ പ്രവാചകന്മാരായിട്ട് വിളിക്കപ്പെട്ട ചില വ്യക്തികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓഫീസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതായത് ആ വ്യക്തിയെ ദൈവം പ്രവാചകനായി വിളിക്കുമ്പോൾ ഒരു ഗിഫ്റ്റ്, കേവലം ഒരു ദൂത് പറയുന്നവനല്ല പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ദൂത് പറയുന്നവരൊക്കെ പ്രവാചകന്മാരാണെന്നല്ല. അല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രവാചകന്മാരെയും ദൈവം പ്രവാചക വിളിയുള്ളവർ, പ്രവാചക ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നവരല്ല. പ്രവാചക വിളിയുള്ള ഓഫീസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ ദൈവം വിളിച്ചത്
കുറേ ജനങ്ങളെ നോക്കി ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി ദൂത് പറഞ്ഞ് തലേ കൈവച്ച് ദൂതും പറഞ്ഞ് വിടുന്ന അതല്ല പ്രവാചകന്റെ ദൗത്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഥാർത്ഥ പ്രവാചകന്മാർ എന്ന് പറയാം, യഥാർത്ഥ ഒരു അപ്പോസ്തലൻ, ഒരു ഇവാഞ്ചലിസ്റ്റ്, ഈ വിളി എന്ന് പറയുന്നത്, ദൈവം വിളിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ അന്ന് നടന്നുകൊണ്ടിരുന്ന വ്യഭിചാരം, അന്ന് നടന്നുകൊണ്ടിരുന്ന വിഗ്രഹാരാധന, ദൈവസന്നിധിയിൽ നിന്നും മാറിപ്പോകുന്ന ജനം, ഇവരെയൊക്കെ കണ്ടിട്ട് ആ ദൈവം, ഹൃദയം തകർന്നവനായ ദൈവം അത് തൻ്റെ ജീവിതത്തിൽ അത് ഒരു പ്രവാചകനെ വിളിച്ചിട്ട് ആ വ്യക്തിയെ തന്നെ ഈ ദേശത്തിൽ നടക്കുന്ന എന്തൊക്കെ അനാചാരങ്ങളും എന്തൊക്കെയാണ് നടക്കുന്നത് ഇതെല്ലാം വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത് കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഒരു എക്സാമ്പിളാക്കി, ഉദാഹരണമാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ഒരു ദൈവവിളി എന്ന് പറയുന്ന നിസ്സാരമായ ഒരു കാര്യമില്ല. ഹന്ന എന്ന് പറയുന്ന ആ സഹോദരി നമ്മൾ പഠിക്കുമ്പോൾ ആ സഹോദരിയുടെ ഹൃദയം ജീവിതത്തിൽ കണ്ണുനീരോടെ നിന്ന് അനുഭവിക്കുകയാണ്. സ്വന്തം ഭവനത്തിനകത്ത് നിന്ന് അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ നിന്ന എന്ന് പറയുന്നത്, അന്ന് ഇസ്രായേൽ രാജ്യത്തിൽ ഏലി പുരോഹിതന്റെ മക്കൾ അവിടെ യാഗങ്ങൾ നടന്നു, ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് വെച്ച് മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു. അവിടെ യാഗം നടത്തുന്നതിൽ ഏറ്റവും നല്ല മാംസത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം തന്നെ അവർ മോഷ്ടിക്കുന്നു, പണം മോഷ്ടിക്കുന്നു, ആ ആലയത്തിനകത്ത് വ്യഭിചാരം ചെയ്യുന്നു. അന്ന് വ്യക്തമായൊരു ദൂത് പറയാൻ ആരുമില്ല. പ്രവാചകന്മാർ നഷ്ടപ്പെട്ടു. ഒരു പ്രവാചകനാണ് ഏലി, പക്ഷേ ഏലിയുടെ മക്കൾ തന്നെ ആലയത്തെ നശിപ്പിക്കുകയാണ്. അപ്പൊ ആ വേദന, ആ നിന്ന, ദൈവത്തിന് ഉള്ള നിന്ന, ദൈവത്തിൻ്റെ അപമാനം, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വേദനയെ വഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്തൊരു പാത്രമാണ് ഹന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവളുടെ ഹൃദയത്തിലെ വേദന, അവളുടെ നിന്ന, അവളുടെ അപമാനം, അത് ഇസ്രായേലിലെ ദൈവത്തിൻ്റെ ലൈഫിലുണ്ടായിരുന്ന പെയിനാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. യെഹെസ്കേൽ എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം വിളിച്ചിട്ട് അദ്ദേഹത്തെ കുശവന്റെ ഭവനത്തിലേക്ക് പോകാനൊക്കെ കൽപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വർഷം ഒരു ഇടത് സൈഡിൽ ചരിഞ്ഞു കിടക്കാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിനോട് പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു മനുഷ്യനും, സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വർഷം മുഴുവനും ഇടത് സൈഡ് തിരിഞ്ഞ് കിടക്കുക, പിന്നെ കുറച്ച് നാള് വല സൈഡ് തിരിഞ്ഞ് കിടക്കുക. ദൈവം ഓരോന്ന് പറയും, ആ വ്യക്തി അതിന് തയ്യാറാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹോശയോട് പറയുകയാണ്, ഒരു വ്യഭിചാരിയെ ചെന്ന് വിവാഹം കഴിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയെ ദൈവം എന്താണത് പറയുന്നത്? കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അന്ന് വ്യഭിചാരത്തിൽ കിടക്കുകയാണ്. പ്രവാചകനെ വിളിച്ച ദൂത് പറയാനല്ല, നീ ചെന്നൊരു വ്യഭിചാരിയെ വിവാഹം കഴിക്കാൻ പറയുക. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലത്ത് നടക്കും. ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തി ആരാണ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ, അതൊരു ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവിളി എന്ന് പറയുന്നതും ആ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ട് ആ വ്യക്തിയിലൂടെ ഇസ്രായേൽ ദൈവജനത്തിൻ്റെ ഇടയിലുള്ള മ്ലേച്ഛതകളെ, പ്രശ്നങ്ങളെ, ദൈവത്തിൻ്റെ ഹൃദയത്തെ, വേദനകളൊക്കെ കാണിക്കാൻ ഒരു വ്യക്തി തയ്യാറാവുകയും ആ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അവന് ഒരു മെസ്സേജ് പറയാൻ വേണ്ടി ഒരു മൈക്കും എടുത്ത് ഒരു സ്റ്റേജ് കിട്ടുന്നതിനേക്കാളും, അമേരിക്കയിൽ പോകുന്നതിനേക്കാളും, അല്ലെങ്കിൽ ഓടി നടന്ന് ശുശ്രൂഷിക്കുന്നതിനേക്കാളും, എല്ലാത്തിനേക്കാളും ഏറ്റവും വലിയ ഒരു പദവിയാണ് ദൈവം ഒരു വ്യക്തിയെ തൻ്റെ എക്സാമ്പിളാക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ ഈ ഒരു വെളിപ്പാട് അല്ലെങ്കിൽ മർമ്മം പലപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് വിളിയുണ്ട്, ഞാൻ പ്രവാചകനാണ്. പ്രവാചകന്മാരെല്ലാം എല്ലാ ആൾക്കാരോടും പ്രവചിക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. പ്രവചിക്കുന്നത് മാത്രമല്ല പ്രവാചകൻ. ആ പ്രവാചകൻ അല്ലെങ്കിൽ അപ്പോസ്തലൻ ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്നവൻ. ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ ദൈവം ഈ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ കഷ്ടങ്ങൾ വരുന്നത്, ആ വ്യക്തിയുടെ ജീവിതത്തിലെ കുടുംബജീവിതം തരുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഭാഷന്മാരായി ഇവരൊക്കെ പ്രസംഗിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. നമ്മൾ ഒരു ദൈവദാസനെ കുറിച്ച് ഞാൻ പലരും പറയുന്നത് കേട്ടോ, അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും പാണ്ഡുരോഗത്താൽ ബാധിച്ചിരിക്കുന്നു. അദ്ദേഹം പക്ഷേ ആയിരങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവദാസനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ രോഗമുണ്ട്, എന്തുകൊണ്ട് മാറുന്നില്ല? അദ്ദേഹം സ്വന്തം ശരീരത്തിനെ ആദ്യം സൗഖ്യമാക്കട്ടെ എന്ന് പറയുന്ന വിഡ്ഢികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അത് മാറ്റാൻ ദൈവത്തിന് ഒരു സെക്കൻഡ് മതി. എന്നാൽ ആ വ്യക്തിയെ ദൈവം എക്സാമ്പിളാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ വ്യക്തിയല്ല നിന്നെ സൗഖ്യമാക്കുന്നത്. ആ വ്യക്തി ദൈവമായിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് സ്വയമായി സൗഖ്യമാകാമായിരുന്നു. ഈ വ്യക്തിയല്ല, ഞാൻ എന്നും ജീവിക്കുന്ന ദൈവമാണ്.
എൻ്റെ ശക്തിയാണ് ഈ വ്യക്തിയിലൂടെ ഒഴുകുന്നത്. ഇവൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ അവനെ എൻ്റെ ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതം, ദൈവത്തിൻ്റെ മക്കളായ നമ്മുടെ ലൈഫ് ദൈവം ചിലപ്പോൾ ഒരു എക്സാമ്പിളായി നിർത്തും. ഈ ലോകത്തിലെ കഷ്ടതകൾ നമ്മൾ ചിലപ്പോൾ ആ കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വരും. ചിലപ്പോൾ നഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരും, ക്ഷാമത്തിലൂടെ കടന്നു പോകേണ്ടി വരും, ചിലപ്പോൾ കുടുംബജീവിത തകർച്ചകളിലൂടെ കടന്നു പോകേണ്ടി വരും, ചില രോഗങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. എല്ലാ അഭിഷിക്തന്മാരും ശുശ്രൂഷകരും എല്ലാവരും, അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കടന്നു. എത്രയോ പേര് കല്ലെറിഞ്ഞ് തൻ്റെ ആത്മാവ് മൂന്നാം സ്വർഗം വരെ എത്തി. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരിക്കലും സുഖമായ ഒരു മെത്തയിൽ കിടന്ന് ഉറങ്ങുന്ന അനുഭവമല്ല. ഇത് ഒരു ദൗത്യമാണ്, ഇതൊരു വലിയ ഒരു ശുശ്രൂഷയാണ്. അത് ദൈവരാജ്യം പണിയുന്നതാണ്. ആ വ്യക്തി ആ ദൈവത്തിന് ഇഷ്ടമുള്ള പാത്രമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹന്ന എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ ദാസിയുടെ കണ്ണുനീരും നിലവിളിയോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ അവരുടെ കണ്ണുനീരും ആ സങ്കടവും അല്ല ഏലി പുരോഹിതനെ മനസ്സിലാക്കാൻ വെളിപ്പാടില്ലാതെ പോയി. അദ്ദേഹം പറഞ്ഞത് വീഞ്ഞു കുടിച്ച് മത്തയായിരിക്കുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആ സഹോദരിയുടെ ഹൃദയം അറിഞ്ഞ ദൈവം ആ വ്യക്തിയിലൂടെ ആ ദേശത്തിലെ ഏറ്റവും വലിയൊരു പ്രവാചകന് ജന്മം കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കും, എത്രയോ വർഷങ്ങളായി മക്കളില്ലാതെ ഭാരപ്പെട്ട സഹോദരി, പ്രൈസ് ദി ലോർഡ്, അവർക്ക് ആദ്യമായൊരു കുഞ്ഞുണ്ടായപ്പോൾ ആ തലമുറയെ കൊണ്ടുപോയി അവർക്ക് സന്തോഷത്തോടെ കൊണ്ട് വളർത്തേണ്ട ഈ സ്ത്രീ ആ ദൈവത്തിന് തന്നെ ആ പ്രവാചകനായ ആ കുഞ്ഞിനെ അങ്ങ് സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ആ വിളിയുള്ളത് കൊണ്ടാണ് അവർക്കത് സാധിച്ചത്. ദൈവവിളിയില്ലാത്തൊരു മാതാവിന് ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ ദൈവത്തിന് കൊടുക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. മുലകുടി മാറിയതിന് ശേഷം കൊണ്ടുവന്ന ആ കൊച്ചു കുഞ്ഞിനെ ഒരു ക്രൂരനായ ആൾക്കാരുള്ള ആലയത്തിനകത്ത് ദൈവത്തിന് ഇഷ്ടം ചെയ്യാത്ത വ്യഭിചാരികളായ പണക്കൊതിയന്മാരായവരുടെ ഇടയിൽ തൻ്റെ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അറിയിട്ട് പോകണമെങ്കിൽ ആ മാതാവിൻ്റെ ഹൃദയം എത്ര ഭയങ്കരമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവമായിട്ടുള്ള ബന്ധമാണ് അവിടെ കാണുന്നത്. ഈ കുഞ്ഞിനെ ദൈവം നോക്കിക്കൊള്ളും. ആ മാതാവിൻ്റെ വിശ്വാസം പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ചിലരുടെ പ്രവർത്തികൾ കാണുമ്പോൾ ഇവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ത് ഭയങ്കര വിശ്വാസമാണ് ആ സഹോദരി അവിടെ കാണിച്ചത്. ഒരു മാതാവ്, ഈ ലോകത്തൊരു മാതാവും ചെയ്യാത്ത, ഒരു ദൈവഭക്തയും ചെയ്യാത്ത ഒരു കാര്യമാണ്. അതാണ് വില കൊടുക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ലൈഫിനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അവരുടെ സ്വന്തം താല്പര്യങ്ങളെ പിടിച്ചു മൂടിയിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരവസ്ഥ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, മോശ എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം തൻ്റെ ഹൃദയപ്രകാരം സൃഷ്ടിച്ചു. പ്രതികൂല സാഹചര്യത്തിൽ അതിനുവേണ്ടി ഒരു സ്ത്രീയും പുരുഷനും തയ്യാറായി. ആ മരണം നടക്കുന്ന സമയത്ത് തന്നെ ആ തലമുറ ജനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ കർത്താവ് ജനിച്ചപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം നിലവിൽ മരണം നടക്കുകയാണ്. കൂട്ടമായ മരണം നടന്നപ്പോഴാണ് ഒരു രക്ഷകൻ എഴുന്നേറ്റത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ മരണത്തിൻ്റെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. വലിയൊരു കൂട്ടമായ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മരണത്തിൻ്റെ നടുക്ക് അനവധി അഭിഷിക്തന്മാർ മരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അനവധി ദൈവദാസന്മാർ, ദൈവമക്കൾ അവരുടെ വേല പൂർത്തിയാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുകയാണ്. ഹല്ലേലൂയ. ഇനി അടുത്ത ആർക്കാണ് ഈ ദൗത്യം കൈമാറ്റം ചെയ്യുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന ചില യോശുവമാരെ ഈ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറുതെ അല്ല യോശുവയെ ദൈവം തിരഞ്ഞെടുത്തത്. നമ്മൾ നോക്കുമ്പോൾ മോശ മരിച്ചു. മോശ വലിയൊരു അഭിഷിക്തൻ, ശുശ്രൂഷൻ, ദൈവത്തെ മുഖാമുഖമായി കണ്ട ഒരു വ്യക്തി. പുറപ്പാട് ദിവസം 33-ാം അധ്യായത്തിനകത്ത് മോശയുടെ പ്രാർത്ഥന തന്നെ ഏറ്റവും വലിയ സംഭവമാണ്. എനിക്ക് കയ്യിലിരിക്കുന്ന കൃപാവരത്തിൻ്റെ വടി വേണ്ട. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ ജനങ്ങളുടെ ആർപ്പുവിളിയും അവരുടെ വലിയ ഒരു വർഷിപ്പൊന്നും എനിക്ക് ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ജനം 10-30 ലക്ഷം ജനത്തിൻ്റെ പാസ്റ്റർ ആയിരിക്കുന്ന എനിക്കൊരു കാര്യമല്ല. എനിക്ക് ആവശ്യം അങ്ങയുടെ മഹത്വം കാണുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമേ, അങ്ങയുടെ പ്രസൻസിനേക്കാൾ വലുത്, അങ്ങ് എനിക്ക് തന്ന കൃപാവരങ്ങളെക്കാൾ വലുത് അങ്ങയുടെ മഹത്വം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച വലിയൊരു അഭിഷിക്തനാണ് മോശ. ഹല്ലേലൂയ. ആ മോശ പക്ഷേ ഒരിക്കലും കനാൻ ദേശം കാണുവാൻ സാധിക്കുന്നില്ല. തന്നെ ഒരു കൂട്ടം ലക്ഷക്കണക്കിന് ജനങ്ങളെ രക്ഷിക്കാൻ, അവരെ അടിമത്വ നുകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ. അവരെ ചെങ്കടൽ എന്ന് പറയുന്ന വലിയൊരു തടസ്സമായി നിന്നതിനെ വഴിമാറ്റി ഈ ജനത്തെ മരുഭൂമിയിലെത്തിക്കുവാൻ മോശയ്ക്ക് സാധിച്ചു. എന്നാൽ വാഗ്ദത്ത ദേശത്തെത്തിക്കുവാൻ
മറ്റൊരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവരെ ആ അടിമത്ത നുകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് മോശയാണ്. പക്ഷെ മോശയുടെ പ്രവൃത്തി അവിടെ തികച്ചു. മോശ മരിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത ദേശത്തെത്തിയില്ല, ഒന്ന് കാണിച്ചു കൊടുത്തു. അതിനുശേഷം മോശ എടുത്തു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമാണ് യോശുവയെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. ആരാണ് യോശുവ? പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉദിച്ച ഒരാളല്ല യോശുവ. ഹല്ലേലൂയ. മോശയുടെ ശുശ്രൂഷ വേളകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സീനായി മലയിൽ കർത്താവുമായി നേരിട്ട് മുഖാമുഖമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്ന ജനത്തിന് ആവശ്യമായ കൽപ്പനകളെ കൊടുത്ത് അവരോട് സംസാരിക്കുവാനും അവരുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനും മോശയോട് ദൈവം നേരിട്ട് സംസാരിക്കുമ്പോഴും താഴ്വാരത്തിൽ അഹരോന്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു വിഗ്രഹം ഉണ്ടാക്കി, കാളക്കുറ്റിനെ ഉണ്ടാക്കി, അതിനെ സ്വർണം കൊണ്ടൊരു കാളക്കുറ്റിനെ ഉണ്ടാക്കി, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട ജനം, മത്സരികളായ ജനം, പിറുപിറുക്കുന്ന ജനം ഒരല്പസമയം ദൈവത്തിൻ്റെ സാന്നിധ്യം മാറി നിന്നപ്പോൾ അവരെ നടത്തുന്ന അഭിഷിക്തനായ പ്രവാചകനായ മോശ ഒന്ന് മാറിയപ്പോൾ ഉടനെ പിറുപിറുത്തുകൊണ്ട് മോശയ്ക്കെതിരായി സംസാരിച്ചുകൊണ്ട് മോശയെ കാണാനില്ല, ഉടനെ തന്നെ ഞങ്ങൾക്ക് ആരാധിച്ചേ പറ്റൂ, അതുകൊണ്ട് നീ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് തങ്ങളെ പുറത്തു കൊണ്ടുവന്ന വഴി നടത്തിയ, ചെങ്കടൽ വിഭാഗിച്ച, മന്ന കൊടുത്ത, സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ കൊടുത്ത ദൈവത്തെ ഒരു നിമിഷം കൊണ്ട് മറന്ന ആ ജനങ്ങളുടെ നടുവിൽ ഇരിക്കാനല്ല യോശുവ ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. വേണമെങ്കിൽ യോശുവയ്ക്കും കാലേബിനുമൊക്കെ ഇവരെ കൂടെ കൂടാമായിരുന്നു, അഹരോന്റെ കൂടെ കൂടാമായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു മത്സരികളായ കോരഹപുത്രന്മാരോടെ കൂടാമായിരുന്നു. പക്ഷെ ഇവരോടൊന്നും കൂട്ടുകൂടാതെ, ഒരു ഇണയില്ല പിണ കൂടാതെ ആ സമയത്തും ദൈവസന്നിധിയിൽ ദൈവമായിട്ട് സംസാരിക്കുന്ന മോശയ്ക്ക് പോലും യോശുവയുടെ അറിയത്തില്ല. ഈ മത്സരികളുടെ ഇടയിൽ യോശുവയില്ല. പക്ഷെ ആരും കാണാതെ ഒരറ്റത്ത് മാറിയിരുന്ന ആ പർവ്വതത്തിൻ്റെ കീഴിൽ തൻ്റെ യജമാനന് വേണ്ടി, തന്നെ നടത്തുന്ന അഭിഷിക്തന് വേണ്ടി, തന്നെ നടത്തുന്ന പ്രവാചകന് വേണ്ടി, മോശ എന്ന ആ പിതാവിന് വേണ്ടി, ആത്മീക പിതാവിനെ കാത്ത് മറ്റാരോടും ബന്ധപ്പെടാതെ മാറിയിരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, മുഴങ്കാലുമടക്കി പ്രാർത്ഥിക്കുന്ന യോശുവയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, പെട്ടെന്ന് ഇത് എങ്ങനെ നമുക്കൊരു ലീഡറായി മാറാൻ പറ്റും, നമുക്കെങ്ങനെ ഒരു വലിയൊരു അഭിഷിക്തനായി മാറാൻ പറ്റും, ശുശ്രൂഷകനായി മാറാൻ പറ്റും, അടുത്തൊരു ചുമതല, ഉത്തരവാദിത്വം നിന്റെ അകത്ത് വരണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീയുടെ അടുത്തൊരു യോശുവ ജനറേഷനായി മാറണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ യോശുവയ്ക്ക് ഉണ്ടായിരുന്ന ആ ക്വാളിറ്റി നമ്മുടെ അകത്തുണ്ടാകണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധനാലയങ്ങൾ അടച്ചിടുമ്പോൾ ദൈവദാസന്മാരെ കാണല്ല, പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ വീട്ടിൽ വിസിറ്റിങ്ങിന് വരുന്നില്ല, അല്ലെങ്കിൽ കഷ്ടത്തിലാണ്, സാമ്പത്തികമായി സഹായിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു 100 കുറ്റങ്ങൾ നമ്മളെ നടത്തുന്ന അഭിഷിക്തന്മാരെ കുറിച്ച് പറയാൻ കാണും. പ്രൈസ് ദി ലോർഡ്. അല്പസമയം വിട്ടു, ഇത്രയും ജനങ്ങളുണ്ട്. മോശ ഇവിടെ പോയി ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ് അദ്ദേഹം. ആ വെളിപ്പാട് പോലും ഇവിടെ താഴ്വാരത്തിലുള്ള ജനത്തിനില്ല. തന്നെ നടത്താൻ വിളിച്ച അഹരോനില്ല. അവർക്കൊക്കെ നേതാവാകുവാൻ ഈ സാഹചര്യം, മോശ ഇല്ലാത്ത സമയത്ത് ദൈവം തിരഞ്ഞെടുക്കാത്തവർ നേതാവാകുവാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. ഇവരെ കൂടെ കൂടിയ ജനത്തെയും കൊണ്ട് ഒരു പുതിയ ഗ്രൂപ്പ് അവിടെ ആരംഭിക്കപ്പെടുകയാണ്. ഒരു മത്സരികളായ മനുഷ്യർ, പിറുപിറുക്കുന്ന ജനം. എന്നാൽ അതിൽ നിന്നും മാറി യോശുവ മാറി നിന്നു. ദൈവത്തിന്റെ ജനമേ, എപ്പോഴും നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ദൈവം തിരഞ്ഞെടുക്കുന്നത് വ്യത്യസ്തന്മാരെയാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ റിവൈവൽ ആരംഭിക്കാൻ സമയമായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മനുഷ്യരുടെ മത്സരം തീർക്കാനും, അവരുടെ പിറുപിറുപ്പ് മാറ്റാനും, അവരുടെ അടി തീർക്കാനും, അവരുടെ കലഹം തീർക്കാനുമല്ല മോശയ്ക്ക് സമയം. മോശയ്ക്ക് സമയം ദൈവത്തിനോട് സംസാരിക്കാനാണ്, ദൈവത്തിന്റെ മഹത്വം കാണുന്നതിനാണ് മോശയുടെ ശ്രദ്ധ. യോശുവയ്ക്ക് സമയം എന്ന് പറയുന്നത് ഇതിനിടയിൽ വന്ന കലഹികളും ശാഠ്യം പിടിച്ചവരും, എത്ര കേട്ടാലും, എത്ര പരിജ്ഞാനം, എത്രയൊക്കെ ദൂത് കേട്ടാലും, എത്ര മെസ്സേജ് കേട്ടാലും, എത്ര വചനം വായിച്ചാലും മാനസാന്തരമില്ലാത്ത ശാഠ്യം പിടിച്ച ജനത്തിന്റെ ഇടയിൽ അവരുടെ തർക്കം തീർക്കാനല്ല യോശുവയ്ക്ക് സമയം. ആ സമയത്ത് യോശുവ മാറിയിരുന്ന ദൈവസന്നിധിയിൽ ദൈവാത്മാവിനോട് സംസാരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ആത്മാവിന് ഞാൻ ദൂത് പറയാം, നമുക്ക് ഈ ലോകത്ത് ഗ്രൂപ്പ് കളിക്കാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. മത്സരികളുമായിട്ട് ഇടപെടാൻ പോകരുത്, ഇണയില്ല പിണ കൂടാൻ പോകരുത്, ദൈവഹിതമില്ലാത്ത വ്യക്തികളെ ബന്ധപ്പെടാൻ പോകരുത്, വാദങ്ങൾക്കും തർക്കങ്ങൾക്കും സമയമില്ല. അതാണ് ശരി, ഇതാണ് ശരി, അതിൻ്റെ ഒന്നും പുറകെ പോകാൻ സമയമില്ല. ഹല്ലേലൂയ. റിവൈവല് അടുത്തിരിക്കുകയാണ്, കൊയ്ത്ത് അടുത്തിരിക്കുകയാണ്. അടുത്തൊരു പുറപ്പാട് നമുക്കുണ്ടെങ്കിൽ, നിനക്കുണ്ടെങ്കിൽ, നീ അടുത്തൊരു സീസണിൽ കയറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ മേലൊരു പുതപ്പ് വീഴണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്നെ, എൻ്റെ ദൈവമേ എന്നെ ശക്തനായി ഉപയോഗിക്കണമേ, മോശയെ ഉപയോഗിച്ചതുപോലെ ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന്
എന്ന് നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പിന്മാറ്റത്തിന് സമയമുണ്ട്, സാഹചര്യങ്ങളുണ്ട്, അതിനുവേണ്ടി നിനക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അത് നീ ഉപയോഗിക്കുക. അതിന് പകരം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ ആരും വിളിച്ചില്ലെങ്കിലും, നിന്റെ ആത്മീക പിതാവ് നിന്നെ വിളിച്ചില്ലെങ്കിലും, ഭാഷന്മാർ നിന്നെ വിളിച്ചില്ലെങ്കിലും, ഭാഷന്മാർ നിന്നെ കരുതിയില്ലെങ്കിലും, നീ നിനക്ക് ദൈവം തന്ന സാന്നിധ്യത്തെ കളയരുത്. നീയും ദൈവമായിട്ടുള്ള ബന്ധം നീ വിട്ടുകളയരുത്. ഈ ലോകത്തിലുള്ള ദൈവദാസന്മാരോ ആരുമല്ല നിനക്ക് വലുത് നിന്റെ ദൈവമാണ്. നിന്നെ വിളിച്ചവരുമായിട്ട് ഒരു ബന്ധത്തിനകത്ത് നീ മാറിയിരിക്കാൻ ഇന്ന് പകൽ നീ തയ്യാറാണെങ്കിൽ അടുത്തൊരു സീസണില്, ഇതാ ഈ വരുന്ന സീസണിൽ ആത്മാവ് നിന്നെ ഒരു ജോഷുവ ജനറേഷനാക്കി പുറത്തു കൊണ്ടുവരാൻ പോയ യോശുവ 33 അധ്യായത്തിനകത്ത് അവിടെ പറ കൂടാരം വിട്ടു പിരിയാതിരുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കൂടാരം വിട്ടുപിരിയാതിരുന്നു. അസൂസ സ്ട്രീറ്റിനകത്തും അതുപോലെ തന്നെ വെയിൽസിനകത്തൊക്കെയുള്ള അഭിഷിക്തന്മാരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരൊക്കെ അസൂസ സ്ട്രീറ്റിനകത്ത് റിവൈവൽ സംഭവിച്ച ആ ദൈവത്തിന്റെ ദാസൻ ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹം ബൈബിൾ കോളേജിൽ പഠിക്കാൻ ആഗ്രഹം മൂത്ത് സായിപ്പന്മാർ നടത്തുന്ന ഒരു ബൈബിൾ കോളേജിനകത്ത് വന്ന് പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ ജാതിയുടെ പേര് പറഞ്ഞ്, കറുത്ത നിറത്തിന്റെ പേര് പറഞ്ഞ് ബൈബിൾ കോളേജിനകത്ത് കയറ്റാതെ പുറത്ത് നിർത്തി. പ്രൈസ് ലോർഡ്. ലോകത്തിലുള്ള സകല മനുഷ്യരും പുറത്ത് കളയുമ്പോൾ ഒന്ന് ഓർക്കുക, നിന്നെ തിരഞ്ഞുപിടിച്ച് പുറത്തു കൊണ്ടുവന്ന് നിന്നെ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട്. മറ്റു പലരും നിന്നെ തള്ളിക്കളയുമ്പോൾ നിന്നെ മൂലക്കല്ലാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. അദ്ദേഹത്തെ പുറത്ത് നിർത്തിയപ്പോൾ ആ ജനലിന്റെ അഴികളിൽ പിടിച്ചുകൊണ്ട് ജനലിനകത്തുകൂടെ അകത്ത് നടക്കുന്ന ക്ലാസ് കേട്ട് തന്നെ വെളിയിൽ നിന്ന് പിയാനോ വായിച്ചും ഗിത്താർ വായിച്ചും അന്യഭാഷ പറഞ്ഞും ആരാധിച്ചും ദൈവസന്നിധിയിൽ നിന്ന് അദ്ദേഹം ഒരു ചെറിയ കാലിഫോർണിയക്കകത്ത് അസൂസ സ്ട്രീറ്റിനകത്ത് ഒരു ചെറിയ ആ റൂം എടുത്ത് തന്നെ തെരുവില് റോഡിന്റെ സൈഡിൽ നിന്ന് താൻ ഗിത്താർ വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഗ്ലോറി അവിടെ ഇറങ്ങാനിടയായി. ഹാലേലൂയ. ബൈബിൾ കോളേജിനകത്തല്ല അത്ഭുതം സംഭവിച്ച ദൈവസാന്നിധ്യം ഇറങ്ങിയത്, ബൈബിൾ കോളേജിനകത്തല്ല ദൈവത്തിന്റെ തീ ഇറങ്ങിയത്. ഹാലേലൂയ, സ്തോത്രം. വർണ്ണത്തിന്റെയും ജാതിയുടെയും പേരില്, മതത്തിന്റെ പേരില് ഹാലേലൂയ കുറെ അറിവ് പകർന്നു കൊടുക്കുന്ന അതിനകത്തല്ല, ആ കോളേജിനകത്തല്ല ദൈവത്തിന്റെ റിവൈവൽ സംഭവിച്ചത്. ലോകത്തെ കീഴ്മേൽ മറിച്ച ഹാലേലൂയ റിവൈവൽ ആരംഭിച്ചത്, അത് നിൽക്കാതെ സംഭവിച്ചത്, ലോകത്തെ കീഴ്മേൽ മറിച്ച അഭിഷിക്തന്മാരെ പുറത്തു കൊണ്ടുവന്നത്, സകല മനുഷ്യരും തള്ളിക്കളഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച ആ കറുത്ത വർഗ്ഗക്കാരനായ മനുഷ്യന് തെരുവിൽ നിന്നുകൊണ്ട് ഗിത്താർ വായിച്ചപ്പോൾ അവിടെ ഒരു ഗ്ലോറി ഇറങ്ങുകയാണ്. നമ്മൾ പറയുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊന്നും അല്ല ദൈവസാന്നിധ്യം ഇറങ്ങുന്നത്. പ്രൈസ് ലോർഡ്. നിഷ്കളങ്കത ഹൃദയത്തോടെ പൊട്ടനെ പോലെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ദൈവത്തിന്റെ പ്രസൻസിനകത്തിരിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ കൂടെ നടക്കുന്നവനെ ഹാനോക്കിനെ പോലെ, നോഹയെ പോലെ, യോശുവയെ പോലെ, കാലേബിനെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ചിലരെ, കൂടാരം വിട്ടുപിരിയാതിരിക്കുന്ന ചിലരെ, അഭിഷിക്തന്മാരെ മാനിക്കുന്ന ചിലരെ, ആത്മീക പിതാക്കന്മാരെ ഫോളോ ചെയ്യുന്ന ചിലരെ ആത്മാവ് അടുത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. യോശുവയുടെ ക്വാളിറ്റിയാണ് അടുത്തൊരു തലമുറ. ഈ യോശുവയ്ക്ക് മോശയുടെ പരിപാടിയല്ല. മോശ ജനത്തെ കൊണ്ട് പുറത്തിറങ്ങിയതേ ഉള്ളൂ. പക്ഷെ യോശുവ ജനറേഷൻ ഇത് അന്ത്യകാലമാണ്. പ്രൈസ് ലോർഡ്. ഇനി ഒരു ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കുന്നത് നിത്യതയിലേക്ക് ജനത്തെ എത്തിക്കുന്ന, ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പ്രോമിസ് ലാൻഡിനകത്ത് നിത്യതയില് ഈ ലോകത്തിലുള്ള സ്ഥലങ്ങളോ വീടുകളോ കാണിച്ചു തരാനല്ല. ഇനി അടുത്തൊരു മിനിഷി എന്ന് പറയുന്നത് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു ശുശ്രൂഷ വെളിപ്പെടാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന് ആ നിത്യതയിലെത്തിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു അന്ത്യകാലത്തിന്റെ ഉണർവിലാണ് ഞാനും നീയും നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് കൂട്ടമായ സ്നാനങ്ങൾ നടക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന് വരെ നടന്നതിനും അധികമായ അത്ഭുതങ്ങളും അടയാളങ്ങളും യോശുവ എന്ന് പറയുന്ന അഭിഷിക്തൻ സാധാരണ ശുശ്രൂഷയല്ല ചെയ്തത്. അദ്ദേഹം ഒരൊറ്റ നിപ്പ് നിന്നിട്ട് ഒരൊറ്റ കൽപ്പനയാണ് ഈ ലോകത്ത് ഒരു മനുഷ്യനും ചെയ്യാത്ത, സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തുന്ന ഒരു വലിയ വീര്യപ്രവൃത്തിയുടെ ശുശ്രൂഷ മോശയോടെ സംഭവിച്ചെങ്കിൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, ഇനി അങ്ങോട്ട് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല, ഒരു സഭയ്ക്കകത്ത് നടക്കാത്ത, ഒരു ചർച്ചിനകത്ത് നടക്കാത്ത, ഒരു മനുഷ്യനും കാണാത്തതായ വലിയ വീര്യപ്രവൃത്തിയുടെ ശുശ്രൂഷകൾക്കായി ദൈവം ചില യോശുവമാരെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം.
ഹല്ലേലൂയ. അപ്പൊ ഒരു മരണം നടക്കുകയാണ്. അഭിഷിക്തന്മാർ, വിശുദ്ധന്മാർ, മോശ എന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർ മരിച്ചു. റെയ്നാഡ് ബോങ്ക മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തൊരു റെയ്നാഡ് ബോങ്കയുടെ കരങ്ങളിൽ ഈ ബാറ്റൺ കൈമാറാനുണ്ട്. ഒരു TV ജോഷുവ മരിച്ചെന്ന് പറഞ്ഞ അടുത്ത അതിനേക്കാൾ വലിയൊരു അഭിഷിക്തന്റെ കയ്യിലോട്ട് ഈ ബാറ്റൺ കൈമാറാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കാരണം ദൈവം ചിലരെ കണ്ടുവച്ചിട്ടുണ്ട്. ചില പുതിയ തലമുറകളെ ദൈവം കണ്ടുവച്ചിരിക്കുക. യോശുവയോട് ദൈവം പറഞ്ഞു, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി ചില മരണ യോർദാൻ. യോർദാൻ എന്ന് പറയുന്ന നദിക്ക് ഒരു പ്രശ്നമുണ്ട്. അതിനെ ആൾക്കാർ പറയുന്നത് തന്നെ മരണ യോർദാൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് റിവൈവലിനും ഏത് ഉണർവിനും മുമ്പ് ഒരു മരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഏത് വലിയ വിശുദ്ധന്മാരുടെ ജനനത്തിന് മുമ്പ്, എഴുന്നേൽപ്പിന് മുമ്പ് ഒരു മരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോശുവ അഭിഷിക്തൻ തന്റെ യാത്ര തുടങ്ങുന്നത് മരണ യോർദാനെ പിന്നെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സാധാരണ രീതിയിലല്ല യോശുവ യോർദാനെ പിന്നെ മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്. തന്റെ കൂടെയുള്ള പുരോഹിതന്മാര് അവരുടെ ചുമലിൽ ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം, ദൈവത്തിന്റെ ആ പെട്ടകത്തെ ചുമന്നുകൊണ്ടാണ് പുരോഹിതന്മാർ നടന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഗ്ലോറി ഉള്ളവൻ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഇനി അടുത്തൊരു കാലഘട്ടം, ഈ വരുന്ന ഈ ഒരു നൂറ്റാണ്ടെന്ന് പറയുന്നത് ഒരു സാധാരണ നിലവാരത്തിലുള്ള അഭിഷേകം കൊണ്ട് ഇതിനെ ജയിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വൈറസ് അല്ലെ കൊറോണ എന്ന് പറയുന്ന വൈറസ്, ഇതും ഇതിന്റെ അപ്പുറമുള്ള മരണത്തിന്റെ, കൂട്ടമായ മരണത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സഭ, ആലയങ്ങൾ, അഭിഷിക്തന്മാർ, ശുശ്രൂഷകന്മാരോട് ആത്മാവ് ദൂത് പറയുകയാണ്, ഒരു സാധാരണ അഭിഷേകവും സാധാരണ ശുശ്രൂഷയല്ല, ദൈവത്തിന്റെ വലിയ ഗ്ലോറി ദൈവസഭ കാണാൻ പോവുകയാണ്. KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനകത്ത് ഇതുവരെ ഇല്ലാത്ത അസാധാരണമായ ഒരു ഗ്ലോറി ഇറങ്ങാൻ പോവുകയാണ്. വലിയൊരു ദൈവത്തിന് മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷകന്മാരുടെ മേല്, അഭിഷിക്തന്മാരുടെ മേല് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ദൈവിക അഭിഷേകമല്ല, അസാധാരണമായൊരു ഗ്ലോറി വഹിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഗ്ലോറി ആ യോർദാന്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ പിന്നെ യോശുവയോട് ദൈവം പറയുകയാണ്, പുരോഹിതന്മാർ എപ്പോഴാണ് ഈ മഹത്വം ചുമന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഈ യോർദാനിൽ കാല് ചവിട്ടുമ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ് ഇത് വഴി അങ്ങ് മാറും. പ്രത്യേകത എന്ന് പറഞ്ഞാൽ യോർദാൻ ഒരു മരണത്തിന്റെ അനുഭവമാണ് അതുവരെ. പക്ഷേ അത് കവിഞ്ഞൊഴുകുകയാണ്. എപ്പോഴാണ് കവിഞ്ഞൊഴുകുന്നത്? ഈ മരണ യോർദാൻ എപ്പോഴൊക്കെയാണ് കവിഞ്ഞൊഴുകുന്നതെന്ന് അറിയാമോ? അവിടെ വചനം പറയുകയാണ്, 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം വായിച്ചാട്ടെ. കൊയ്ത്ത് കാലത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മരണ യോർദാൻ കവിഞ്ഞൊഴുകുന്ന സീസൺ എന്ന് പറയുന്നത് കൊയ്ത്ത് കാലമാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ കഴിഞ്ഞ വർഷം നമ്മുടെ സഭ വളരെ ശക്തമായൊരു കൊയ്ത്ത്, കൂട്ടമായി ജനങ്ങൾ ഓടിക്കയറി കൂട്ടമായ സ്നാനങ്ങളൊക്കെ നടന്ന് പിന്നെ വലിയൊരു റിവൈവലിന്റെ ഒരു അനുഭവത്തിലോട്ട്, നിലമങ്ങാട് സഭയാണെങ്കിലും സിറ്റി സഭയിലും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ആ കൊയ്ത്തിന്റെ ഒരു അനുഭവത്തിന്, അങ്ങനെയുള്ള ദൂതുകളൊക്കെ കേട്ട് പവർഫുള്ളായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഈ മരണം വന്നു. കൂട്ടമരണങ്ങൾ, ലോക്ക്ഡൗണുകൾ, ആരാധനാലയങ്ങൾ അടച്ചിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ആ ഉണർവ് ഇതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട്, നമ്മുടെ കൊയ്ത്തിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഈ മരണത്തിന്റെ കൊറോണ എന്ന് പറയുന്ന വൈറസ് മുഖാന്തരം ലോക്ക്ഡൗൺ, ആരാധനാലയങ്ങളെ അടച്ചുപൂട്ടാൻ ഗവൺമെന്റ് ഉത്തരവിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് പ്രൈസ് ദി ലോർഡ് നമ്മുടെ സഭകളിലേക്ക് വരേണ്ട 10,000 ആയിരക്കണക്കിന് ജനങ്ങൾ അതിന്റെ വരവിനെ തടസ്സം ചെയ്യുകയാണ്. ആ കൊയ്ത്തിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ആ ജനനങ്ങളെ മരണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടമായ സ്നാനങ്ങൾ നടക്കേണ്ട സ്ഥലം അത് നിർജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് ജയിക്കാൻ പറ്റുന്നത്? ഇതിനെ ജയിക്കാൻ ഈ കൊയ്ത്ത് കാലത്താണ് മരണ യോർദാൻ കവിഞ്ഞൊഴുകുന്നതെന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയും, നമ്മുടെ എല്ലാ അഭിഷേകത്തിന്റെ അടുത്ത സീസണിലോട്ട് കയറുന്നതിന് മുമ്പ്, അടുത്തൊരു ശുശ്രൂഷ കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് മുമ്പ് പ്രൈസ് ദി ലോർഡ് കൂട്ടമായ ദൈവത്തിന്റെ സഭയുടെ വലിയൊരു കൊയ്ത്ത് സംഭവിക്കാൻ സമയമായപ്പോൾ ഇതാ കൂട്ടമായ ഭയങ്കരമായൊരു പിന്നെ കവിഞ്ഞൊഴുക്കാണ് മരണയോർദാൻ. ആ കൊയ്ത്തിനെ നശിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഇത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. നിന്റെ ചുമലിൽ ഗ്ലോറി വേണം. നിന്റെ മേലെ ദൈവത്തിന്റെ ഗ്ലോറി വേണം. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വേണം. ദൈവത്തിന്റെ പെട്ടകം നീ ചുമക്കണം.
ദൈവത്തിന്റെ പെട്ടകത്തിനകത്ത് എന്താ ഉള്ളത്? ദൈവത്തിന്റെ മഹത്വമാണുള്ളത്. ദൈവമഹത്വം ആ പെട്ടകം കൊണ്ട് ഫെലിസ്ത്യന്മാരുടെ ദാവീദിന്റെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വെച്ചപ്പോൾ അവിടെ പിറ്റേന്ന് കണ്ടത് ആ വിഗ്രഹത്തിന്റെ കയ്യും കാലും എല്ലാം ഒടിഞ്ഞത് അവിടെ കിടക്കുകയാണ്. ഒന്നും ചെയ്യേണ്ട, ഫൈറ്റിംഗ് ഇല്ല. പക്ഷേ ദൈവത്തിന്റെ പെട്ടകം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഗ്ലോറി നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ഫൈറ്റ് ചെയ്യണ്ട, നീ ശാസിക്കണ്ട, നീ ഫൽസിക്കണ്ട. നീ നിന്നാ മതി, നീ ഒന്ന് കാൽ ചവിട്ടിയാൽ മതി, നിന്റെ കാൽ സ്പർശനം ഒന്ന് ഏറ്റാൽ മതി. ഏത് മരണയോർദാനും ഈ ദിവസങ്ങളിൽ മാറിപ്പോകാൻ പോവുകയാണ്. അതിന്റെ കവിഞ്ഞൊഴുക്ക് അവസാനിക്കാൻ പോവുകയാണ്. അത് ചിറ പോലെ മാറി നിൽക്കാൻ പോവുകയാണ്. നിനക്കും നിന്റെ വിശുദ്ധ ജനത്തിനും ദൈവത്തിന്റെ ജനത്തിനും യോർദാൻ കഴിഞ്ഞ ആ നിത്യതയിലെത്തുവാൻ, അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തിലെത്തുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുവാൻ ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. ദൈവജനമേ, ഈ ദിവസങ്ങളിൽ ഒന്നിനും ചെവി കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. മോശ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് 40 ദിവസം അവിടെ ഇരുന്ന് കഞ്ഞിയും കുടിച്ച്, പയറും കഞ്ഞിയും കുടിച്ച്, പ്രൈസ് ദി ലോർഡ്, വിലപിച്ചുകൊണ്ടിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ കൂട്ടമായ മരണം എന്ന പത്രത്തിന്റെ വാർത്ത കേട്ട് വീട്ടിനകത്ത് ഇരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. വാർത്തകൾ മാത്രം കേട്ടുകൊണ്ട്, അത് കേട്ട് ഭയപ്പെട്ട് പേടിച്ച് വീട്ടിനകത്തിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. മോശ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട്, വിശുദ്ധനായ അഭിഷിക്തനായ മോശ മരിച്ചെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ അവസാനിക്കുന്നില്ല. ദൈവം മറ്റൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ്. തന്റെ ശുശ്രൂഷകൾ, തന്റെ രാജ്യം പണിയുവാൻ വേണ്ടി ഒരു യോശുവയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ദൈവ ശബ്ദം അവൻ കേൾക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അവിടെ നിലവിളിച്ചും കരഞ്ഞും അവിടെ കഞ്ഞിയും കുടിച്ച് കിടക്കാനല്ല ദൈവം. ഹല്ലേലൂയ. പലപ്പോഴും ഇതൊരു സൗകര്യമായി ഹല്ലേലൂയ വീട്ടിനകത്ത് കയറി കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധനാലയങ്ങൾ തുറന്നാൽ പോലും ഹല്ലേലൂയ കുറച്ചു നാൾ കൂടെ കഴിയട്ടെ, കുറച്ച് മരണം കൂടെ കുറയട്ടെ എന്ന് പറഞ്ഞ് കിടക്കാനല്ല. ഇന്ന് പകൽക്കാലം ആത്മാ പറയുകയാണ്, നീ എഴുന്നേൽക്കുക. നിനക്കൊരു പുറപ്പാടുണ്ട്, ഒരു വാഗ്ദത്ത ദേശം നിന്റെ മുമ്പിലുണ്ട്. ഈ മരണ യോർദാൻ നിന്റെ കൊയ്ത്തിനെ, റിവൈവലിനെ തടസ്സമാക്കിക്കൊണ്ട് നിന്നെ ഭയപ്പെടുത്തി അവിടെ നിന്റെ യാത്രയെ, നിന്റെ വാഗ്ദത്തം പ്രാപിക്കാനുള്ള നീ കേട്ട വാഗ്ദത്തങ്ങളും ദൂതുകളെയും തടസ്സമാക്കിക്കൊണ്ട് നിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന സകല മരണ യോർദാനെയും തകർത്ത് കളയുവാൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ നിന്ന് എഴുന്നേറ്റാൽ നിന്റെ ചുമരിൽ, നിന്റെ മുകളിൽ ഒരു ആത്മാവിന്റെ പകർച്ച, ഒരു അന്ത്യകാല അഭിഷേകം നിന്റെ മേൽ പകരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നീ എഴുന്നേറ്റാൽ നിന്റെ കൂടെ ദൈവത്തിന്റെ ഗ്ലോറി ചലിക്കാൻ പോകും. പ്രൈസ് ദി ലോർഡ്. അവര് നിലവിളിച്ച് കരഞ്ഞ് പിറുപിറുത്തോണ്ട് കടന്നിരുന്നെങ്കിൽ ഇവര് ഒരിക്കലും ഈ പെട്ടകം ചുമക്കത്തില്ല. ഏത് യോർദാനും മാറും പെട്ടകം കയ്യിലുണ്ടെങ്കിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പുതിയ നിയമത്തിലെ വെളിപ്പാടനുസരിച്ച് ക്രിസ്തു വന്ന പെട്ടകം നിന്റെ അകത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ എഴുന്നേറ്റാൽ മതി. നമ്മളൊന്ന് എഴുന്നേറ്റാൽ, ദൈവസഭ എഴുന്നേക്കാൻ തയ്യാറാണെങ്കിൽ, ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ മഹത്വത്തെ, ഗ്ലോറിയെ വഹിക്കാൻ തയ്യാറാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഏത് മരണ യോർദാനും നമ്മുടെ മുമ്പിൽ ഒന്നുമല്ലാതായി പോകുന്ന ഒരു ചരിത്രം സംഭവിക്കപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിന് KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററുമായി ബന്ധപ്പെട്ട വാഗ്ദത്തങ്ങളും ദൂതുകളും, പ്രൈസ് ദി ലോർഡ്, മരണ യോർദാന് നമ്മുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കായിരിക്കാം. പക്ഷേ നമ്മൾ എഴുന്നേക്കാൻ പോവുകയാണ്. നമ്മൾ അതിന് കാല് ചവിട്ടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പിൽ അത് വഴിമാറാൻ പോവുകയാണ്. നമ്മുടെ മുമ്പിലുള്ള കൊയ്ത്തിന്റെ സീസണാണിത്. ഇത് കൊയ്ത്തിന്റെ സീസണാണ്. ഇത് മരണ യോർദാനിൽ നിന്ന് വെല്ലുവിളിക്കാനുള്ള സീസൺ അല്ല, ഇത് കൊയ്ത്തിന്റെ സീസണാണ്. കൊയ്ത്തിന്റെ സീസൺ ആകുമ്പോഴാണ്, വീണ്ടെടുപ്പുകാരന്റെ സീസൺ ആകുമ്പോഴാണ്, ആത്മാവിന്റെ വലിയ പകർച്ചയുടെ സീസൺ ആകുമ്പോഴാണ് ഇതെല്ലാം മരണത്തിന്റെ അനുഭവങ്ങൾ കേൾക്കുന്നത്. ഇത് കൊയ്ത്തിന്റെ സീസണാണ്. നിലവിളി ശബ്ദം കേൾക്കാനുള്ളതല്ല, വിലപിച്ചുകൊണ്ടിരിക്കേണ്ടതല്ല, മരിച്ചവരെ കുറിച്ച് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമല്ല. ഇതാ എഴുന്നേൽക്കേണ്ട സമയമാണ്. ഗ്ലോറി വഹിച്ചുകൊണ്ട്, മഹത്വം വഹിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ചരിത്രത്തിൽ ആരും ചെയ്യാത്ത ശുശ്രൂഷകൾ ചെയ്യുവാൻ ഒരു കൂട്ടം പേരെ, ഒരു ജോഷുവ ജനറേഷനെ ആത്മാവി എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യോർദാൻ കഴിഞ്ഞ് അവരെ മുമ്പോട്ട് പോവുക. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. യോശുവ മരണ യോർദാനെ വിഭാഗിച്ചു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. ഈ യോർദാനെ വേറെ രണ്ടുപേര് വിഭാഗിച്ചിട്ടുണ്ട്. അതാണ് ഏലിയാവും എലീശയും. ഹല്ലേലൂയ. ഏലിയാവ് യോർദാന്റെ മുമ്പിൽ വന്നു. ഏലിയാവിനും
എടുക്കപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ അഗ്നിരഥത്തിൽ വന്ന് ജീവനോടെ ആ മഹത്വത്തോടെ ദൈവരാജ്യം സ്വർഗത്തിലേക്ക് പോകുന്നതിന് തടസ്സമായി നിൽക്കുകയാണ് എന്ത്? യോർദാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, എലീശയ്ക്ക് തടസ്സമായി നിൽക്കുക യോർദാൻ. ഈ ഏലിയാവ് പോകുന്നത് കണ്ടാലേ എലീശയുടെ മേൽ ഇരട്ടി അഭിഷേകം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അഭിഷേകത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു യോർദാൻ, ഇരട്ടി പങ്കിന് തടസ്സമായി നിൽക്കുന്ന ഒരു യോർദാൻ. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു തലമുറയാണ് അവിടെയും. യോർദാൻ എപ്പോഴും അടുത്ത തലമുറയെ പുറത്തു കൊണ്ടുവരാതിരിക്കാനുള്ള തടസ്സമാണ്. അടുത്ത ശുശ്രൂഷ വെളിപ്പെടാതിരിക്കാൻ, ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ്ങിന്റെ മിനിഷി വെളിപ്പെടാതിരിക്കാൻ നിൽക്കുന്നതാണ് യോർദാന്റെ ശക്തി എന്ന് പറയുന്നത്, മരണത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ അതിനെ ഏലിയാവ് എന്ത് ചെയ്തു? അങ്ങോട്ട് പോയപ്പോൾ തന്റെ പുതപ്പ് കൊണ്ടൊരു അടി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താനെ ശാസിക്കാൻ പോയില്ല. 21 ദിവസം യോർദാന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഉപവസിച്ച് കഞ്ഞിയൊന്നും കുടിക്കുക, അവിടെ ഇരുന്ന് അന്യഭാഷ്യം പറഞ്ഞ് കൈയൊക്കെ അടിച്ച് ഒരുപാട് പരിപാടികളൊക്കെ അവിടെ കാണിച്ചല്ല ഏലിയാവ് എന്ത് ചെയ്തത്? അതിനെ വിഭാഗിച്ചത്. അതിന് പകരം തൻ്റെ കയ്യിലിരിക്കുന്ന ആ പുതപ്പ് കൊണ്ടൊരറ്റയാടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് വഴിമാറി. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങോട്ട് പോയപ്പോൾ എലീശയുടെ പേര് എന്താണ്? ദാസനാണ്. ഹല്ലേലൂയ. പക്ഷേ ഇരട്ടി അഭിഷേകവും പ്രാപിച്ചുകൊണ്ട് തിരിച്ചു വന്ന എലീശയും ഒരു അടി കൊടുത്തു യോർദാന്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തിരിച്ചു വന്നപ്പോൾ എലീശയുടെ പേര് യജമാനായി. ഇന്ന് ദാസന്മാരുമായി ശുശ്രൂഷകന്മാരായിരിക്കുന്ന നിങ്ങളെ യജമാനന്മാരാക്കി മാറ്റുന്ന ഇരട്ടി അഭിഷേകത്തിന്റെ പകർച്ചയ്ക്കായി ദൈവം കണ്ടിരിക്കുന്ന ഈ ഇന്നത്തെ ഈ പ്രതികൂലത്തിന്റെ നടുവില് പ്രാർത്ഥനയും നിർത്തി ആരാധനയും നിർത്തി ഇനി സഭയൊക്കെ തുടങ്ങി ശക്തമായി പാഷന്മാരെ മൈക്കൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടി ബഹളമൊക്കെ ഉണ്ടായി കുറെ ഡാൻസൊക്കെ കളിപ്പിക്കുമ്പോൾ ആരാധിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുടെ നടുവില് നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കൊയ്ത്തിന്റെ സമയം വന്നിരിക്കുകയാണ്. ഒരു ഇരട്ടി അഭിഷേകത്തിന്റെ സീസൺ ഇതാ വന്നിരിക്കുകയാണ്. ഞാനത് മനസ്സിലാക്കുകയാണ്. ഇതുവരെ കൊണ്ടു നടന്ന ആത്മാവിന്റെ നിറവിലല്ല ഇനി സഭ മുന്നോട്ട് ഓടാൻ പോകുന്നത്. ഇതുവരെ നമ്മളോടൊപ്പം നിന്ന ശുശ്രൂഷകന്മാർ, അഭിഷിക്തന്മാർ ദൈവത്തിന്റെ ജനത്തിനോട് ആത്മാവിലൊരു ദൂത് പറയുകയാണ്. ഏലിയാവിനെ വിടരുത്, എലീശയെ വിടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്തുടരുന്നത് നിർത്തരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഇരട്ടി അഭിഷേകം നിന്റെ മേൽ പകരാനുണ്ട്. ഒരു ഇരട്ടി ആത്മാവിന്റെ പകർച്ച നിങ്ങൾ പ്രാപിക്കേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ പ്രാപിച്ചതും കണ്ടതും കേട്ടതും അനുഭവിച്ചതും മതി എന്ന് പറഞ്ഞിരിക്കരുത്. മരണത്തെ കണ്ട് ഭയപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ചിലതിനെ അടിച്ച്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കാല് വെച്ചു, യോശുവ കാല് വെച്ചു, അത് മാറി. പക്ഷേ ഏലിയാവ് ചെയ്തത് ഒരു അടി കൊടുക്കുകയാണ്. എലീശ ചെയ്തത് ഒരു അടി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ വഴിമാറുകയാണ്. ഇതാ ഇരട്ടി അഭിഷേകം അവർ പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പുതിയ ശുശ്രൂഷ, ഒരു പുതിയ തലമുറ. മരണത്തിന്റെ ഒരു സൈഡിൽ മരണത്തിന്റെ നിലവിളികൾ, പക്ഷേ വെളിപ്പാടുള്ളവൻ കാണുന്ന മരണമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. യോശുവ കണ്ടത് മരണ യോർദാനെ വലിയൊരു സംഭവമായി യോശുവ കണ്ടില്ല. കാരണം എന്താ? യോശുവയുടെ കൂടെ ദൈവമുണ്ട്. മോശയുടെ കൂടെ ഇരുന്ന അതേ ദൈവം യോശുവയുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ കാഴ്ചപ്പാടും വിശ്വാസവും വലുതാണ്. അവിടെ ഒരു നദിയെ കണ്ട്, ചെങ്കടല് കണ്ടവരാ, ചെങ്കടലിനെ വിഭാഗിക്കുന്നത് കണ്ടവനാ യോശുവ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ യോശുവയ്ക്ക് യോർദാനെ കണ്ട് ഭയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാവും എലീശയ്ക്കും ഇവരെയൊന്നും കണ്ട് ഭയമില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവരതിനൊക്കെ അടി കൊടുക്കുകയാണ്. ഇത് നിന്റെ കയ്യിലുള്ള ചെറിയ ആയുധം മതി. ഒരു പുതപ്പ് കൊണ്ട് അടിച്ചത്. നമ്മളൊന്നും ആയുധങ്ങൾക്ക് വേണ്ടി പുറകെ ഓടി നടക്കണ്ട. ഇനി ഒരു പ്രാവശ്യം വിഷയം വരുമ്പോൾ വേറെ ഭാഷന്മാരെ അന്വേഷിച്ച് നടക്കണ്ട. പലരുടെ വിഷയം എന്താണ്? നിന്റെ കയ്യിൽ തന്നെ അധികാരമുണ്ട്. നിന്റെ കയ്യിൽ തന്നെ നിന്റെ മുമ്പിലുള്ള വെല്ലുവിളിക്കുള്ള, പ്രശ്നത്തിനുള്ള, പരിഹാരത്തിനുള്ള ആയുധം നിന്റെ കയ്യിലിരിക്കുകയാണ്. നിന്റെ വായി തുറന്ന് നീ പ്രാർത്ഥിച്ചാൽ മതി. അതിന് പകരം നമ്മൾ ഫോൺ എടുത്ത് ലോകം മുഴുവനുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചോണ്ട് നടക്കും. നമ്മുടെ ജീവിതത്തിലൊരു വിഷയം വരുമ്പോൾ നാട്ടുകാരെ എല്ലാം വിളിക്കാനല്ല നടക്കുന്നത്. അവരുടെ കയ്യിലല്ല നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ഇരിക്കുന്നത്. നിന്റെ കയ്യിൽ തന്നെയാണ് നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ഇരിക്കുന്നത്. നമ്മുടെ സഭ എപ്പോഴും പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാഷന്മാരെ ഞങ്ങൾ ഇവിടെ ഈ കഴിഞ്ഞ 8, 9, 10 വർഷമായിട്ട് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ യേശുവുണ്ട്,
നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങളുടെ അകത്താണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അഭിഷേകത്തെ നിങ്ങൾ യൂസ് ചെയ്യുക, നിങ്ങളുടെ അധികാരത്തെ നിങ്ങൾ യൂസ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഷന്മാരെ പിറകെ നിങ്ങൾ പോകണ്ട, ഒന്നിന്റെ പിറകെ നടക്കരുത്. ഈ എല്ലാ ഭാഷ ഞങ്ങളും നിങ്ങളും ഒക്കെ ഒരുപോലെയാണ്. നമ്മുടെ അകത്തും നിങ്ങളുടെ അകത്തും ഉള്ളത് യേശു തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ആലെ നിന്റെ പ്രശ്നത്തിന്, ഇന്ന് നീ കാണുന്ന എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം നിന്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹാലെ നിന്റെ മേൽ ഇരട്ടി അഭിഷേകം കിട്ടാനാണ് നിന്റെ മുമ്പിൽ ഇന്നത്തെ പ്രശ്നം. ഈ ഒരു യോർദാൻ ഉണ്ടായത് കൊണ്ടാണ് യോശുവ ആരെന്ന് ലോകം അറിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ മുമ്പിലുള്ള മരണ യോർദാൻ കാരണം യോശുവ ഇന്ന് ദൈവസന്നിധിയിൽ വലിയവനായിരിക്കുകയാണ്. ഏലിയാവിന്റെ എലീശയുടെ മുമ്പിലുള്ള മരണ യോർദാൻ മുഖാന്തരം ഏലിയാവും എലീശയുടെയും അകത്ത് ദൈവം കൊടുത്ത അഭിഷേകത്തെ, അധികാരത്തെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചു. എല്ലാ ദൈവദാസന്മാർക്കും, എല്ലാ വിശ്വാസികൾക്കും ദൈവം ഇതുപോലെയുള്ള അവരാരാണെന്നും അവരുടെ ഉള്ളിലിരിക്കുന്നത് ആരാണെന്നും അവരുടെ അധികാരം എന്തെന്നും, പ്രൈസ് ദി ലോർഡ്, അവരിൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്തെന്നും തിരിച്ചറിയാൻ നിന്റെ മുമ്പിൽ ചില യോർദാന്റെ അനുഭവങ്ങൾ ഉണ്ടാകാം. ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന കടഭാരം, ദാരിദ്ര്യം, ദുഃഖങ്ങൾ, നിരാശകൾ, തകർച്ചകൾ, പിന്നെ രോഗങ്ങൾ, വ്യാധികൾ, പലവിധ വിഷയങ്ങൾ, ഇതൊക്കെ എന്തിനാണെന്നറിയാമോ? ഇതൊക്കെ ഒരു മരണ യോർദാനാണെങ്കിൽ അതിനെ അടിക്കാനുള്ള ഒരു ആയുധം നിന്നിന്റെ അകത്ത് തന്നെ ദൈവം വെച്ചിരിക്കുകയാണ്. നാട്ടുകാരല്ല ഏലിയാവിന് എലീശയ്ക്കും ഈ യോർദാൻ മാറ്റി കൊടുത്തത്. നാട്ടുകാരെങ്കിലും ആണോ? ഏലിയാവ് എങ്ങനെയാണ് യോർദാൻ കടന്നത്? ഏലിയാവിന്റെ കയ്യിലിരുന്ന പുതപ്പെടുത്തടിച്ചപ്പോൾ. അതേ എലീശ തിരിച്ചു വന്നപ്പോൾ എലീശ എന്ത് ചെയ്തു? എലീശയുടെ കയ്യിലിരുന്ന ആ പുതപ്പെടുത്തടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നീന്തി കിടക്കാൻ നോക്കിയോ എലീശ? ഇല്ല. ഏലിയാവ് ചെറിയൊരു യോർദാൻ വേണമെങ്കിൽ നീന്തി കിടക്കാം, നീന്താൻ പോയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ യോർദാന് മറ്റൊരു ചരിത്രമുണ്ട്. അതാണ് യോഹന്നാൻ സ്നാപകൻ. പ്രൈസ് ദി ലോർഡ്. യോർദാനിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് സർപ്പസന്തതികളെ എന്നാണ്. എന്താണ്? സർപ്പസന്തതികളെ. പ്രൈസ് ദി ലോർഡ്. യോർദാൻ അകത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന സുവിശേഷം എന്താണ്? സർപ്പസന്തതികളെ. ഹല്ലേലൂയ. അവിടെയുള്ള അന്നത്തെ ജനത്തിനെ വിളിച്ച് അഭിസംബോധന ചെയ്ത പ്രസംഗത്തിൽ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ ഇങ്ങനെയാണ്: സർപ്പസന്തതികളെ, മാനസാന്തരപ്പെട്ട്, പ്രൈസ് ദി ലോർഡ്, വിശ്വസിപ്പിൻ, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുവിൻ, സർപ്പസന്തതികളെ. അവിടെയുള്ള രാജാവിനെ വിളിച്ചെന്നാണ്. അതാ സർപ്പസന്തതി, ഇസബേല്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ യോഹന്നാൻ എന്ത് ധൈര്യമായിരുന്നു! കാരണം ഈ യോർദാനകത്തൊരു അഭിഷേകമുണ്ട്. യോർദാന്റെ ചരിത്രം ഇപ്പൊ മാറിയിരിക്കുകയാണ്. ഏലിയാവും എലീശയും ഈ പുതപ്പ് കൊണ്ട് അടിച്ചപ്പോൾ തന്നെ ഇവരുടെ മേൽ കിടക്കുന്ന ഒരു അനോയിന്റിങ് ആ യോർദാനകത്ത് വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യോർദാനകത്ത് ഇപ്പൊ ഇറങ്ങുമ്പോൾ യോശുവ കാല് ചവിട്ടിയപ്പോൾ യോർദാൻ വഴിമാറി. അപ്പോൾ ആ യോശുവയുടെ മേൽ വ്യാപരിച്ച അനോയിന്റിങ് ആ യോർദാനകത്തുണ്ട്. ഇപ്പൊ മരണം മാറി. അതിന് പകരം യോർദാൻ ഒരു ഗ്ലോറി സ്പോട്ടായി മാറി. മനസ്സിലായോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് എന്താ മനസ്സിലാക്കണം? നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നത്തെ കയ്പ് എന്ത് ചെയ്തു? എലീശ ചെന്ന് കയ്പുള്ള ഗർഭചിത്രമുള്ള സ്ഥലത്ത് ഉപ്പിട്ടു. അതെന്തായി? ആഴത്തിൽ കടന്ന കയ്പിനെയും മാറ്റിയിട്ട് അതൊരു ഔഷധമായി മാറി. എലീശ ചെന്ന ഒരു പിന്നെ കയ്പ് ചീര എടുത്തിട്ടപ്പോ എന്ത് ചെയ്തു? പായസം, വിഷം അങ്ങ് മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അഭിഷേകമുള്ളവൻ ഒരു പ്രാവശ്യം ഏത് ശാപം പിടിച്ച വീട്ടിനകത്ത് കയറിയാലും. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചു. പ്രൈസ്. രാത്രി ഒരു 9:10 മണിയായപ്പോൾ ഒരു സഹോദരൻ വിളിച്ചു. അദ്ദേഹം എന്നോട് പറയുകയാണ്, കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ അവർക്ക് ആർക്കും കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. അതിന് കാരണം ഏതോ ഒരു പൈശാചിക ശക്തി ആ വീട്ടിനകത്തുണ്ട്. അവരുടെ ഭക്ഷണം, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം, കലത്തിനകത്തിരിക്കുമ്പോൾ തന്നെ നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോകുമ്പോൾ ആ ഭക്ഷണം മലമായി മാറുന്ന ഒരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ആ വീട്ടിനകത്തുള്ള എല്ലാ ഡ്രസ്സുകളും തുണിത്തരങ്ങളും അതെല്ലാം എടുത്ത് ആരോ വലിച്ചു കീറി ദൂരെ കളയുന്നു. ആ വീട്ടിനകത്തിരിക്കുന്ന പൈസ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
3 വർഷമായിട്ട് ഇദ്ദേഹം ഇത് അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിന് പറയാൻ മടി. കാരണം ആരോടെങ്കിലും പറഞ്ഞാൽ ഭാര്യയും മക്കളും കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായാലോ, മക്കൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ മോശമായി പറഞ്ഞാലോ എന്ന് ചിന്തിച്ച് അദ്ദേഹം ആരോടും അത് പറഞ്ഞില്ല. പറയാൻ പേടി. അദ്ദേഹം ഒരു ദൈവത്തെ അറിഞ്ഞ ഒരാളായിരുന്നു. അദ്ദേഹം ഒരു സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷെ പിന്മാറ്റ അവസ്ഥയിൽ പോയി. സുവിശേഷത്തെ വെറുത്തു. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ വേലയൊക്കെ നിർത്തി, ദൈവസഭയൊക്കെ വിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു സാധാരണ വ്യക്തിയായി അദ്ദേഹം ജീവിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹത്തിന്റെ ഭവനത്തിനകത്ത് ഒരു പൈശാചിക അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെ എതിരായി താൻ ഒരിക്കൽ കൈകൊണ്ടെടുത്ത ആയുധമാണ് ഈ ബൈബിൾ. അദ്ദേഹത്തിന്റെ അകത്ത് വേണമെങ്കിൽ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ കുടുംബവും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അത് നമ്മൾ ആരും പ്രാർത്ഥിക്കാതെ വിട്ടുമാറിയനെ. പക്ഷെ എപ്പോഴോ ഈ ആയുധം കയ്യിൽ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം മറന്നുപോയി. നമ്മളെ കയ്യിൽ ടോർച്ച് ഇരിക്കുന്നു, പക്ഷേ ആയുധം കയ്യിലുണ്ട്, ടോർച്ച് തെളിക്കാതിരുന്ന പ്രയോജനമില്ല. എന്നതുപോലെ നമ്മൾ യേശുവിന്റെ നാമം അറിയുന്നു, ബൈബിൾ എടുക്കുന്നു. ആ വ്യക്തിയുടെ ഭവനത്തിൽ ബൈബിളുണ്ട്. അദ്ദേഹം ബൈബിൾ വായിച്ചവനാണ്, അദ്ദേഹം പ്രസംഗിച്ചവനാണ്. പക്ഷെ എപ്പോഴോ യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം തന്നെ വിട്ടുമാറി, ധൈര്യം തന്നെ വിട്ടുമാറി, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ പോയി. പ്രൈസ് ദി ലോർഡ്. പിന്മാറ്റ അവസ്ഥയിൽ പോയി. ആ വ്യക്തിക്ക് പിന്നെ ഇതെടുത്ത് ആ നാമം പറയാൻ പോലും പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവസാനം ഒരു നിവൃത്തിയില്ല. പ്രശ്നം വർദ്ധിച്ചപ്പോൾ തൻ്റെ ഒരു കൂട്ടുകാരനോട് തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഇത് മാറും. എന്ത് ചെയ്യണം? അങ്ങനെയാണ് എന്നെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ ഭവനത്തിലെ ഏത് വ്യക്തിയാണ് കയറിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മളൊന്നും അവിടെ പോയില്ല. പിന്നെ അവിടെ ചെന്നൊരു അദ്ദേഹത്തിനോട് പറഞ്ഞില്ല, ഒരു കാര്യം ചെയ്യും, ഒരു 3 ദിവസം അവിടെ നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയാനല്ല എനിക്ക് തോന്നിയത്. പ്രൈസ് ദി ലോർഡ്. അവിടെ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്ത്, നിങ്ങൾ പിന്നെ റെഡിയായി, നിങ്ങൾ ആഭരണമൊക്കെ മാറ്റി, നിങ്ങൾ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറ്റി, ഉള്ള ആഭരണമൊക്കെ മാറ്റിയൊക്കെ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്നും പറയാൻ തോന്നിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും അല്ല. ദൈവാത്മാവ് അവിടെ 3 വർഷമായി പൈശാചിക ശക്തി ആ ഭവനത്തിനകത്ത് അലങ്കോലമാക്കി അവരുടെ കുടുംബജീവിതം തകർത്ത് അവരെ അസ്വസ്ഥമാക്കുന്ന ശക്തി. പ്രൈസ് ദി ലോർഡ്. ആ ശക്തിയോട് വളരെ പിന്നെ ആ ഫോണിൽ കൂടെ തന്നെ ഒരു 2 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആ ശക്തിയെ ശാസിച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കപ്പ് വെള്ളം എടുക്കുക. ആ വെള്ളം അതിനകത്ത് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ആ വീട്ടിനകത്ത് മുഴുവൻ അങ്ങ് തളിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മന്ത്രവാദി ഉണ്ട്. ആ മന്ത്രവാദിയാണ് ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ. ഹല്ലേലൂയ. പറഞ്ഞ് എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. വെള്ളം എടുത്ത് അവിടെയൊക്കെ യേശുവിൻ്റെ നാമത്തിലൊന്ന്, യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞ് തളിക്ക്. പ്രൈസ് ദി ലോർഡ്. ഒരു 2 സെക്കൻഡ് വന്ന് പ്രാർത്ഥിച്ച വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തതേ ഉള്ളൂ. പിറ്റേന്ന് വിളിച്ചു പറയുകയാണ്, കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള പൈശാചിക ശക്തി, അതിൻ്റെ ഉപദ്രവം എന്നേക്കുമായി അത് നിന്ന് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, നമ്മൾ ആരെന്ന വെളിപ്പാട്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ അധികാരത്തെ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് രാത്രികാലം നിന്റെ ജീവിതം, നിന്റെ പകൽക്കാലം, ഇന്ന് ദിവസം നിന്റെ ജീവിതത്തിലുള്ള സകല വിഷയങ്ങളും സകല പ്രശ്നങ്ങളെയും അതിജീവിക്കാനും അതിൽ നിന്ന് പുറത്തു വരുവാനും നിന്റെ കയ്യിൽ തന്നെ ദൈവാത്മാവ് ഒരു വലിയ അഭിഷേകം തന്നിരിക്കുകയാണ്, അധികാരം തന്നിരിക്കുകയാണ്. ആ മരണ യോർദാന്റെ അകത്ത് ഇപ്പോൾ യോഹന്നാൻ സ്നാപകൻ നിൽക്കുകയാണ്. അതിനു മുമ്പ് ഒരു നയമാൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗം പിടിച്ച ആള് എലീശയുടെ അടുക്കൽ വന്നപ്പോൾ ദേശത്ത് ഇഷ്ടം പോലെ നദികൾ ഉണ്ടായിരിക്കെ യോർദാൻ അകത്ത് ഇറങ്ങാൻ എലീശ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ യോർദാൻ ഇപ്പോൾ എന്തായി മാറി? മരണ യോർദാൻ അല്ല, സൗഖ്യമാക്കുന്ന ഒരു ഗ്ലോറി സ്പോട്ടായി മാറിയിരിക്കുകയാണ്. ഒരിക്കലത് മരണം വിതയ്ക്കുന്നതായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് അവിടെ ആരിറങ്ങിയാലും സൗഖ്യമാണ്. ആ യോർദാൻ അകത്ത് നയമാൻ ഇറങ്ങിയപ്പോൾ കുഷ്ഠരോഗം മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ ഞാനും നീയും പാഴും ശൂന്യമായിരുന്നു, ശാപം പിടിച്ചവരായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു ഫാക്ടറിയിലോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ ചെന്ന് നിന്നാൽ 3 മാസം കൊണ്ട് പൂട്ടുന്ന സാഹചര്യം, അത്ര ശാപം പിടിച്ചവനായിരുന്നു ഞാൻ. ദൈവത്തെ അറിയുന്നതിന് മുമ്പ്, ബൈബിൾ കയ്യിൽ കൊണ്ട് എടുക്കുന്നതിന് മുമ്പ്, പ്രൈസ് ദി ലോർഡ്, ഏതെങ്കിലും ഒരു സ്ഥാപനം പൂട്ടണമെങ്കിൽ എന്നെ കൊണ്ട് നടത്തിയാൽ മതി. അത്ര ശപിക്കപ്പെട്ടവരായിരുന്നു. നാട്ടുകാരും ദേശക്കാരും വീട്ടുകാരും തള്ളിക്കളഞ്ഞ ശാപം പിടിച്ചവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ ഇറങ്ങിയപ്പോൾ പല ഫാക്ടറി പൂട്ടിക്കിടക്കുന്നതിനെ തുറക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. ചരിത്രം, സാഹചര്യം മാറുകയാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാത്തിൻ്റെ പുറകിൽ അഭിഷേകമാണ്, പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഗ്ലോറി. പ്രൈസ്, അന്ത്യകാല അഭിഷേകം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നീ ഏത് ശാപം പിടിച്ചവനും രോഗമുള്ളവനും, നീ എന്ത് തൊട്ടാലും ഗതി പിടിക്കാത്തവനാണെങ്കിലും, നീ ഏത് നിലവാരങ്ങളിൽ കിടക്കുന്നവനാണെങ്കിലും ആത്മാവിനെ ദൂത് പറയുകയാണ്, ഇന്നത്തെ നിന്റെ സ്ഥിതി മാറുവാൻ നീ നാട് മുഴുവൻ കറങ്ങി നടക്കണ്ട, ആരെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കണ്ട. നിന്റെ ഉള്ളിൽ ദൈവാത്മാവുണ്ടെങ്കിൽ, അഭിഷേകം നിന്റെ അകത്തുണ്ടെങ്കിൽ, ഇന്ന് പകലും തിരിച്ചറിയാൻ തയ്യാറാണെങ്കിൽ, ഏത് ശാപഗ്രസ്തനായ എല്ലാവരും തള്ളിക്കളഞ്ഞ വ്യക്തിയാണെങ്കിലും ഹല്ലേലൂയ, നിന്റെ സ്ഥിതി മാറ്റുവാൻ നിന്റെ അകത്ത് ദൈവാത്മാവിന് അഭിഷേകം തന്നിരിക്കുകയാണ്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. യോർദാൻ എന്ന് പറയുന്ന മരണ നദിയെ കുഷ്ഠരോഗത്തെ മാറ്റുന്ന ഒരു നദിയാക്കി മാറ്റിയ പ്രൈസ് ദി ലോർഡ് യോഹന്നാൻ സ്നാപകനെ ഇറക്കി അവിടെ യേശുക്രിസ്തു എന്ന ഹല്ലേലൂയ അഭിഷിക്തനെ സ്നാനക്കടവാക്കി മാറ്റിയ ഒരു അസാധാരണമായ കൈമാറ്റം. യോശുവയും കൂട്ടരും പെട്ടകം ചുമന്നുകൊണ്ട് അതിൽ ചവിട്ടിയപ്പോൾ തന്നെ അതിന്റെ മരണക്കെട്ട് പൊട്ടിയെങ്കിൽ ഇന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ബോർഡുകൾ വെക്കുന്ന ദേശങ്ങൾ എരിഹോമിനെ പോലെ ശാപം പിടിച്ച പല ദേശങ്ങളെ, പല പട്ടണങ്ങളെ, പല വ്യക്തികളെ ഹല്ലേലൂയ അഭിഷേകമുള്ളവരാക്കി മാറ്റുന്ന, അത്ഭുതമാക്കി മാറ്റുന്ന ഒരു ആത്മനിറവിന്റെ വിളി ഇന്ന് പകലെ ഈ ദൂത് കേൾക്കുന്നവ, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ചരിത്രത്തെ ആത്മാവ് മാറ്റാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മരണ യോർദാനെ അത്ഭുത നദിയാക്കി മാറ്റി, ജീവൻ കൊടുക്കുന്ന നദിയാക്കി മാറ്റി, ഇരട്ടി അഭിഷേകം കൊടുക്കുന്ന നദിയാക്കി മാറ്റി, കുഷ്ഠരോഗം മാറ്റുന്ന നദിയാക്കി മാറ്റി. അതിനകത്തത് യോഹന്നാൻ സ്നാപകൻ ധൈര്യത്തോടെ ഇറങ്ങി നിൽക്കുകയാണ്. അവിടെ നിന്നപ്പോൾ യോഹന്നാൻ സ്നാപകന് മനുഷ്യനെ പേടിയില്ല, രാജാവിനെ പേടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യനെയും പേടിയില്ല. കാരണം ആ ഏലിയാവിന്റെ, എലീശയുടെ, യോശുവയുടെയും കാൽപാദങ്ങൾ പതിഞ്ഞ ഹല്ലേലൂയ യോർദാൻ അകത്ത് ഒരു വലിയ ഗ്ലോറി വെളിപ്പെടുകയാണ്. ഒരു ദൈവത്തിന്റെ തീ അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ധൈര്യം കിട്ടുകയാണ്, ഉറപ്പ് കിട്ടുകയാണ്. ധൈര്യത്തോടെ സുവിശേഷം വിളിച്ചു പറയുകയാണ്. ഇതാ യേശു കർത്താവ് വരികയാണ്. ഹല്ലേലൂയ. 30 വയസ്സ് വരെ അപ്പനെ കുറിച്ചൊരു കൺഫ്യൂഷൻ ലോകത്തിന് മുഴുവൻ ഉണ്ടാക്കി. ജനനം തന്നെ ഒരു വലിയൊരു സംസാര വിഷയമാക്കിയതാണ് കർത്താവ്. യോസേഫ് തന്റെ അപ്പനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അപ്പൻ നഷ്ടപ്പെട്ട, അപ്പൻ ആരാണെന്ന് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രൈസ് പിതാവ് അയച്ചിട്ട് വന്ന താൻ ദൈവസന്നിധിയിലെ ദൈവമായിരിക്കെ തന്നെ സാധാ മനുഷ്യനെ പോലെ ഭൂമിയിൽ ഇറങ്ങി മാനവരാശിയുടെ വിടുതലിന് വേണ്ടി വന്ന കർത്താവ് യേശുക്രിസ്തു ഹല്ലേലൂയ സ്നാനപ്പെട്ടത് വേറെ ഒരിടത്തുമല്ല, എലീശയും യോശുവയും ഏലിയാവും ഒക്കെ ഇറങ്ങി ആത്മനിറവാക്കിയ ആ ഗ്ലോറി സ്പോട്ടാക്കി മാറ്റിയ ആ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി നിൽക്കുന്ന യോഹന്നാനെ ധൈര്യമുള്ള സുവിശേഷകനാക്കിയ അതേ യോർദാൻ അകത്ത് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഇറങ്ങുകയാണ്. അത് സാധാരണ യോർദാനല്ല, ഇന്നത് മരണ യോർദാനല്ല, അതൊരു അത്ഭുതമായി മാറി, അതൊരു ജീവൻ കൊടുക്കുന്ന നദിയായി മാറി. ചിലരെ പുറത്തു കൊണ്ടുവരുന്ന നദിയാണത്. ഇത് ചരിത്രം മാറ്റുന്ന നദിയാക്കി അതിനെ മാറ്റുകയാണ്. മരണ യോർദാന്റെ പേര് മാറിയിരിക്കുകയാണ്, അത് ജീവനെ കൊടുക്കുന്നതായി മാറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പുറത്തു കൊണ്ടുവരുന്ന ചില പുതിയ ജനറേഷനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു യോർദാനായി അത് മാറിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു ജോർദാനകത്തിറങ്ങി യോഹന്നാൻ സ്നാപകന്റെ കൈക്കിൽ സ്നാനപ്പെട്ടപ്പോൾ ഉടനെ അവിടെ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ ഗ്ലോറിയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് അവിടെ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ ഈ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം എന്ന് പറഞ്ഞതുപോലെ അടുത്ത പുതിയ നിയമത്തിനകത്തും വീണ്ടും 3 പേർ ഒരുമിച്ച് കൂടുന്ന സംഗമ സ്ഥലമാക്കി യോർദാനെ മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്. നിന്നെ ദൈവം ഒരു ചരിത്രമാക്കി മാറ്റാൻ പോവുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും കേട്ടിട്ടില്ലാത്ത നിലവാരങ്ങളിൽ ഒരു പുതിയ ആയുധമാക്കി ഞാൻ നിന്നെ മാറ്റാൻ പോവുകയാണ്. ഓ പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകൾ നീ ശാപഗ്രസ്തനായിരുന്നു. ഹല്ലേലൂയ. നിന്നെ കാണുമ്പോഴേ ഹല്ലേലൂയ ജനങ്ങൾ ഓടി രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് നീ ജീവൻ കൊടുക്കുന്ന വ്യക്തിയായി മാറാൻ പോവുകയാണ്. കർത്താവിന്റെ ചരിത്രം മാറ്റിയതാ അവിടെ. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, പുത്രത്വം വെളിപ്പെട്ട സ്ഥലമായി അത് മാറി. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവ് അവിടെ ഇറങ്ങി വന്നു.
ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രാവ് പിന്നെ വരുന്നത് ഇവിടെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഇറങ്ങാനുള്ള യോഗ്യതയുള്ളവൻ കണ്ടുള്ളൂ. പിന്നെ ഇതിനിടയിലൊന്നും പ്രാവിന് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഇറങ്ങിയത് ഇവിടെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുത്രത്വം അവിടെ വെളിപ്പെട്ടു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും യോർദാനിനകത്ത് ഇറങ്ങി. ഒരു പുതിയ ചരിത്രം അവിടെ ആരംഭിച്ചു. ആ ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ. കഴിഞ്ഞ 2000 വർഷങ്ങളായി ആ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ ആ ഗ്ലോറി ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി ആ മാളിക മുറിക്കകത്ത് ഇരുന്ന് അവർ യെരൂശലേം ദേവാലയത്തിനകത്തല്ല പോയത്. കർത്താവ് പറഞ്ഞു ആ ദേവാലയത്തിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. പാരമ്പര്യം പറഞ്ഞ് വലിയ ബോർഡും തൂക്കിയിട്ടിരിക്കുന്നവരത്തല്ല ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പരീശന്മാരും സദൂക്യന്മാരും എല്ലാ ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച് പെന്തക്കോസ് നാളിലെ വലിയ ഉത്സവം നടക്കുന്ന ഈ ദേവാലയം, ആ ആലയത്തിനകത്ത് നീ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവിടെ ഞാൻ ഇറങ്ങാന്നല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാർക്കോസിന്റെ മാളിക മുറിക്കകത്ത് തെരഞ്ഞെടുക്കപ്പെട്ടവർ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിൽ ലീഡേഴ്സ് ഇല്ല, കീബോർഡ് ഇല്ല, അവിടെ ഒന്നും പിന്നെ അവരെ തീ എന്തോ ചില പാട്ടുകൾ നമ്മൾ പാടുമല്ലോ. ചില സമയത്ത് നമ്മൾ കൂടി ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ വേണ്ടി തീ കത്തിക്കുക എന്ന് പറഞ്ഞാൽ തീ, ആ പാട്ടും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അഗ്നിയാൽ അന്ത്യകാല അഭിഷേകം പാട്ടും ഇല്ല, കീബോർഡ് ഇല്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഫയർ എന്ന് പറയാൻ ആരും ഇല്ലായിരുന്നു. ഗസ്റ്റ് പ്രീച്ചേഴ്സ് ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ആരുമില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എല്ലാവരുടെയും വിചാരം ഇതൊക്കെ പറയുമ്പോൾ ഇവിടെ അഭിഷേകം ഇറങ്ങും, തീ ഇറങ്ങും, പുക ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ നടക്കുന്നത്. കുറെ ഫയർ എന്ന് പറഞ്ഞാലോ, കുറെ കീബോർഡ് വായിച്ചാലോ, കുറെ 250 എണ്ണത്തിന് യൂണിഫോം വാങ്ങിച്ചു കൊടുത്ത് ടൈയും കെട്ടി പിന്നെ കൊണ്ട് നിർത്തി കുറെ ബഹളം ഉണ്ടാക്കിയത് കൊണ്ടോ ഇറങ്ങുന്നതല്ല തീ. 21 ദിവസവും 100, 150 ദിവസമൊക്കെ ഉപവാസം പ്രാർത്ഥന പ്രഖ്യാപിച്ചിട്ട് ബോർഡും വെച്ചിരുന്നാൽ അവിടെ ഇറങ്ങുന്നതല്ല തീ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുമനപ്പെട്ട ഐക്യതപ്പെട്ട പ്രൈസ്, ഒരു ബോർഡിന്റെയും ഒരു പാരമ്പര്യത്തിന്റെ അകമ്പടിയില്ലാതെ പ്രൈസ് ലോ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കി പരസ്പരം മത്സരമില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ തർക്കമില്ലാതെ വാദമില്ലാതെ ഞാനെന്ന ഭാവമില്ലാതെ ഒരു പൊട്ടന്മാരെ പോലെ 10 ദിവസം അവിടെ ഇരുന്നപ്പോൾ 120 പേര് അവിടെ ഇരുന്നപ്പോൾ അവിടെ ചെറിയൊരു കുറവുണ്ടായിരുന്നു. ആ കുറവെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ഒരുവന് പകരം യൂദ എന്ന് പറഞ്ഞ കർത്താവിനെ ഒറ്റിക്കൊടുത്തവന് പകരം ആത്മാവ് തുണ്ടിട്ട് ഹല്ലേലൂയ ഒരു വ്യക്തിയെ കൂടെ തെരഞ്ഞെടുത്ത് ആത്മാവിന്റെ ദൈവാത്മാവ് ആഗ്രഹിച്ചതുപോലെ ആ കോറങ്ങ് തികഞ്ഞപ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവര് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയില്ല, കോല അവിടെ വിളിച്ചില്ല, കൈയടിച്ച് ആവശ്യമില്ലാതെ. അഭിഷേകം ഇല്ലെങ്കിലും ചില ആൾക്കാർ കിടന്ന് എന്ത് ചെയ്യും? ബഹളമാണ്. എനിക്ക് അഭിഷേകം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർ എന്ത് ചെയ്യും? ആവശ്യമില്ലാതെ ബഹളങ്ങൾ കാണിക്കും. അഭിഷേകമൊന്നും ആ ഏരിയയിൽ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്ത് ചെയ്യും? ഞാൻ ഭയങ്കര ആത്മീയനാണെന്ന് കാണിക്കാൻ വേണ്ടി വേണമെങ്കിൽ 5-6 കസേര കുടിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരൊന്നും അതിനകത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവസാന്നിധ്യത്തിന്റെ ഇല്ലാത്ത ദൈവസാന്നിധ്യം കാണിക്കുന്ന ആർഭാടം കാണിക്കുന്നവരും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുമില്ല, ഒരു ബഹളമില്ല. അവർ മാനം മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് അതൊക്കെ സ്ലോവില് അന്യഭാഷയെ പറഞ്ഞ് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തോട് എന്തോ ചെയ്യണമെന്ന് പോലും ആർക്ക് അറിഞ്ഞൂടാ. അവരോട് ദൈവം പറഞ്ഞു അവിടെ ഇരിക്കുക. ഒരു ബഹളമല്ല, ഒരു പ്രശ്നമില്ല, ഒരു ബോർഡുമില്ല. വെളിയിലും ബോർഡില്ല, അകത്തും ബോർഡില്ല, ഞാനെന്ന ഭാവമില്ല, ഒന്നുമില്ല. 10 ദിവസം. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഭാഷന്മാർക്ക് 10 ദിവസം ഇരിക്കാൻ പറ്റുമോ? 10 ദിവസം പോയിട്ട് 10 മിനിറ്റ് ഇരിക്കാൻ പറ്റത്തില്ല. അതിനിടയ്ക്ക് അടിയാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ 10 ദിവസം. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. പെന്തക്കോസ് ദിനം, പെന്തക്കോസ് ഉത്സവം നടക്കുമ്പോൾ ആലയത്തിൽ യെരൂശലേം ദേവാലയത്തിനകത്ത് നടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവിടെ ഇറങ്ങേണ്ട തീ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇറങ്ങിയത് ഈ ഐക്യതപ്പെട്ട് ഒരുമനപ്പെട്ടിരുന്ന അപ്പോസ്തലന്മാർ ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ഒരു പുതിയ ജനറേഷൻ അകത്താണ് ഇറങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. അവിടെ പെട്ടെന്ന് കൊടിയ കാറ്റടിച്ചു. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി, കൊടിയ കാറ്റങ്ങോട്ട് അടിച്ചു. അടുത്ത് മറ്റൊരു ദൂതൻ ഇറങ്ങി, തീനാവ്, അഗ്നി നാവുകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ആലയത്തിനകത്ത്, യെരൂശലേം ദേവാലയത്തിനകത്ത് അപ്പോ കൂടിയിരുന്നവർ ഒരു സംഘം ആൾക്കാർ. അവരൊരിക്കലും സഭയായിരുന്നില്ല. ഒരു സംഘം ആൾക്കാർ കൂടിയിരിക്കുന്നവരെല്ലാം സഭയല്ല. കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നതുകൊണ്ട് അത് സഭയാവത്തില്ല.
അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, എല്ലാവരും കൂടിയിരിക്കുന്നു. അത് സഭയല്ല. എപ്പോഴാ സഭയായത്? കൊടിയ കാറ്റ് അവിടെ അടിച്ചു, ദൈവത്തിന്റെ തീ നാവ് അവിടെ ഇറങ്ങി വന്നു. അന്ന് വരെ പറയാത്ത അന്യഭാഷകൾ അവരങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ യെരുശലേം ദേവാലയത്തിനകത്തും അവിടെയുള്ള നാട്ടുകാരെല്ലാം ഇളകി. അപ്പൊ നമ്മുടെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഒരു സഭയൊക്കെ ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്, ആരും കേൾക്കരുത്, നമ്മുടെ പ്രാർത്ഥന കൈയടിക്കരുത്, ബഹളം വയ്ക്കരുത്, ദൈവസാന്നിധ്യത്തെ നമ്മൾ അടക്കണം, ഇതൊക്കെ പറയും. അങ്ങനെ അതല്ല സഭ. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥമായ സഭ അങ്ങോട്ട് വെളിപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ തീ അവിടെ ഇറങ്ങി. പ്രൈസ്. രാജാവ് ഉള്ളിടത്ത് രാജ കോലാഹലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പല സഭകൾക്കും പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടാകുന്നത് ഈ സൗണ്ട് വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. സൗണ്ട് വന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടി ഇങ്ങനെ ഒരു സഭ ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഒരുപാട് സഭകൾ ബോർഡും വെച്ച്, പല നൂറുകണക്കിന് ബോർഡും വെച്ചിട്ട് ഒരു മനുഷ്യ അറിയത്തില്ല ഇങ്ങനെ ഒരു സഭ ഉണ്ടെന്ന്. കാരണം അവിടെ ബഹളമൊന്നുമില്ല, ഒരു ദൈവ സാന്നിധ്യമില്ല, ദൈവമില്ല. കുറേ എണ്ണം കൂടിയിരിക്കുന്ന സംഘം, ഒരു സംഘം ആൾക്കാർ വരുന്നു, സ്വോത്രക്കാഴ്ച ഇടുന്നു, മരിക്കുമ്പോൾ നല്ല അടക്കം കിട്ടുന്നു, കല്യാണം നടത്തുന്നു, പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അതല്ല സഭ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭ എവിടെയെങ്കിലും വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ജനം ഓടിക്കൂടും. ആ സഭ അവിടെ ഉണ്ടെന്ന് നാടറിയും, ദേശമറിയും, ജനം കൂടും. ദൈവത്തിന്റെ തീ അവിടെ ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തി നടക്കും. അവിടെ ജനങ്ങൾ ആയിരങ്ങൾ കൂടും. ഇവിടെ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ജനം കൂടും. അതാണ് സഭ. പ്രൈസ് ദി ലോർഡ്. അത് ബോർഡ് ഒടിച്ചിരിക്കുന്നതും കുറെ ആൾക്കാർ ഇരിക്കുന്നതും അല്ല സഭ. കുറെ നൂറുകണക്കിന് കുറെ കാറും കൊണ്ടുവന്നിട്ട് അനങ്ങാപ്പാറകളെ പോലെ വന്ന് പിന്നെ വസ്ത്രവും പോലും പിന്നെ തേച്ചിട്ടുകൊണ്ടുന്ന വസ്ത്രം അതുപോലെ ഇട്ടുകൊണ്ട് പോകുന്ന അതല്ല സഭ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കുറെ സ്തോത്ര കാഴ്ച കൊണ്ട് കൊടുക്കുന്നതല്ല സഭ. ഹല്ലേലൂയ. കുറെ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ടുന്നതല്ല സഭ. കോടിക്കണക്കിന് രൂപ ചെലവാക്കി കുറെ ബിൽഡിങ്ങുകൾ കെട്ടി AC ഉണ്ടാക്കി അവിടെ ഇരിക്കാനുള്ള കസേര ഇടുന്നത് അതല്ല സഭ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ തീ ഇറങ്ങണം അതിനകത്ത്. ഹല്ലേലൂയ. ആ സഭയെ കാണാൻ വേണ്ടി ജനങ്ങൾ ഓടിക്കൂടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതര ഭാഷക്കാർ, ഇതര ദേശക്കാർ, ഇതര ലാംഗ്വേജുകൾ സംസാരിക്കുന്ന സകല മനുഷ്യരും, സകല ജാതിക്കാരും, പേർഷ്യരും, മേത്യരും, എല്ലാ ഭാഷക്കാരും, എല്ലാ ജാതിക്കാരും ഓടിക്കൂടി വരുന്നതാണ് ദൈവത്തിന്റെ സഭ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഇതാ വലിയൊരു കൊയ്ത്ത് സംഭവിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. റിവൈവൽ നടക്കാൻ പോവുകയാണ്. ലോകം മുഴുവനും മരണത്തിന് വേണ്ടി ഏകാഗ്ര ചിന്തയോടെ, മരണത്തെ പേടിച്ചും ഭയന്നും മരണ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കൊയ്ത്തിന് വേണ്ടി ഒരു കൂട്ടം പേരെ ദൈവാത്മാവ് തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. അത് പാരമ്പര്യം പറയുന്നവനല്ല, ഓർഗനൈസേഷൻ അകത്തല്ല ഇറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ചാരിറ്റി സംഘടനകൾക്കകത്തല്ല ഇറങ്ങുന്നത്. അത് കുറെ ബിൽഡിങ്ങുകൾക്കകത്തല്ല ഇറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അത് വലിയ കോട്ട് സൂട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നവന്റെ അടുക്കലല്ല ഇറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. പണമുള്ളവന്റെ അടുക്കലല്ല ഇറങ്ങുന്നത്. പണം കൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കിയവന്റെ അടുക്കലല്ല ഇറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് PhD എടുത്തവന്റെ അകത്തല്ല ഇറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. അറിവുള്ളവന്റെ അകത്തല്ല ഇറങ്ങുന്നത്. ഇന്ന് പകൽക്കാലം ആത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിലരുടെ അകത്ത് പൊട്ടന്മാരെ പോലെ ദൈവശബ്ദം കേട്ട് അടിയനിതാ എന്ന് പറഞ്ഞ്, ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് ആത്മദാഹത്തോടെ ആഗ്രഹിച്ചിരിക്കുന്നവരുടെ അകത്ത് ഈ നാടുകളിൽ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങാൻ പോകുന്നു. ദൈവത്തിന്റെ തീ ഇറങ്ങാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ത്യകാല ഉണർവിന് വേണ്ടി ഒരു ജോഷുവ ജനറേഷനെ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഹല്ലേലൂയ തയ്യാറാകാം. പ്രൈസ് ദി ലോർഡ്. കൊടിയ കാറ്റടിക്കട്ടെ, അഗ്നിനാവുകൾ പ്രത്യക്ഷപ്പെടട്ടെ, ഭാഷകൾ മാറട്ടെ. കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ അന്യഭാഷകൾ, പുതിയ അന്യഭാഷകൾ വരട്ടെ. പുതിയ വെളിപ്പാടുകൾ, പുതിയ ദർശനങ്ങൾ, പുതിയ സ്വപ്നങ്ങൾ, നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ പുറത്തു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അനങ്ങാ പാറകളെ പോലെ ഇരിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. ഈ നാടുകളിൽ ചലിക്കട്ടെ, ചലിക്കുന്ന സഭ. പ്രൈസ് ദി ലോർഡ്. രാജാവ് ഉള്ളിടത്ത് രാജ കോലാഹലമുണ്ടെന്ന് പറയുന്നത് പോലെ ഒരു കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് എവിടെ കൊണ്ട് ബോർഡ് വെച്ചാൽ അവിടെ ആയിരങ്ങൾ തടിച്ചുകൂടുന്ന ഒരു ഉണർവിന്റെ പേരായി സഭയുടെ പേര് മാറട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റിവൈവൽ ഉണ്ടാക്കുന്ന, ഉണർവുണ്ടാക്കുന്ന, ചലനമുണ്ടാക്കുന്ന സഭ. അതാണ് അന്ത്യകാല സഭ. അതാണ് യേശുവുള്ള സഭ. അതാണ് മഹത്വം ഇറങ്ങുന്ന സഭ. അത്ഭുതങ്ങൾ നടക്കുന്ന സഭ. അന്യഭാഷകൾ പറയുന്ന സഭ. രോഗസൗഖ്യങ്ങൾ നടക്കുന്ന സഭ. മരിച്ചവർ എഴുന്നേക്കുന്ന സഭ.
കൂട്ട സ്നാനം നടക്കുന്ന സഭയായി ദൈവം KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനെ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുവേണ്ടി ചില ശുശ്രൂഷകന്മാരെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. മത്സരികളെ അല്ല, അഹങ്കാരികളെ അല്ല, നിഗളികളെ അല്ല. യോശുവയെ പോലെ കൂടാരം വിട്ടുപിരിയാതെ, പ്രൈസ് ദി ലോർഡ്, മത്സരികളെ കൂടെ കൂടാതെ, പിറുപിറുക്കുന്നവന്റെ കൂടെ കൂടാതെ, ഗ്രൂപ്പ് ഉണ്ടാക്കാതെ, ഗ്രൂപ്പിസത്തിനകത്ത് കയറാതെ, കോരഹപുത്രന്മാരെ പോലെ അഭിഷിക്തനോട് മത്സരിക്കാത്ത, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അഭിഷിക്തന്മാർ അല്പസമയം ഇല്ലാതായപ്പോൾ മറ്റൊരു ചർച്ച ഉണ്ടാക്കാൻ പോകുന്നവന്റെ കൂടെയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. കൂടാരം വിട്ടുവരിയ ദൈവത്തിന്റെ സാന്നിധ്യത്തിനെ ആഗ്രഹിക്കുന്ന, അഭിഷേകത്തിന് വേണ്ടി വില കൊടുക്കുന്ന, ആത്മാവിന്റെ പുറകെ നടക്കുന്ന, ആത്മാവിനോട് ദാഹമുള്ള, ദൈവത്തിന്റെ പ്രസൻസിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പേരെ ഒരു അന്ത്യകാല റിവൈവലിന് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുന്ന, ആഗ്രഹിക്കുന്ന ചിലരെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരുന്ന ഒരു സീസണാണത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ പോവുക. ദൈവസഭ ഇതുവരെ കാണാത്ത ഒരു ദൈവത്തിന്റെ ഗ്ലോറി ദൈവസഭയ്ക്കകത്ത് ഇറങ്ങാൻ സമയമായിരിക്കുകയാണ്. റിവൈവൽ സംഭവിക്കാൻ സമയമായിരിക്കുന്നു. ലോക രാജ്യങ്ങളുടെ ശ്രദ്ധ നിങ്ങളെല്ലാം നമ്മുടെയിലേക്ക് വരാൻ പോവുകയാണ്. പട്ടണങ്ങൾ, ലോക രാജ്യങ്ങൾ, ഗവൺമെന്റുകൾ നമ്മളെ ഉറ്റുനോക്കാൻ പോവുകയാണ്. അധികാരികൾ ഇളകാൻ പോവുകയാണ്. ആ ഗ്ലോറി അവിടെ ഇറങ്ങിയപ്പോൾ എന്താ നടന്നത്? 2-ാം അധ്യായത്തിൽ തീ ഇറങ്ങിയപ്പോൾ 3-ാം അധ്യായത്തിൽ ഗവൺമെന്റ് ഇളകി. പ്രൈസ് ദി ലോർഡ്. ദേശക്കാർ, പട്ടണക്കാർ, രാജ്യങ്ങൾ ഇളകി. റോമ സാമ്രാജ്യം ഇളകി. രാജാക്കന്മാർ ഇളകി. പ്രൈസ് ദി ലോർഡ്. സൈന്യങ്ങൾ ഇളകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവരെ പിടിക്കണം, ഇവരെ കാരാഗ്രഹത്തിലാക്കണം, ഇവരെ തൂക്കിക്കൊല്ലണം, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഇറങ്ങുകയാണ്. എന്താ അവരെ പേടി? അന്ന് വരെ അവരെ ആർക്കും മൈൻഡ് പോലും ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, ദൈവമക്കളെ നമ്മൾ ഇളക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇടിമക്കളാണ്. നമ്മളൊരു ബാധ പോലെയാണ്. ഒരു ദേശങ്ങളെ, രാജ്യങ്ങളെ, പട്ടണങ്ങളെ, ഗവൺമെന്റുകളെ ചലിപ്പിക്കുന്ന, ഇളക്കുന്നവരാണ് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആർക്കും ഉപദ്രവമൊന്നും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രസംഗിക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യന്റെ മുഖത്ത് നോക്കി പ്രസംഗിക്കുന്നവനല്ല. ആരെയും വെറുപ്പിക്കരുത്, അവരെ ഇഷ്ടം, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിൽ നിറയുന്നവന് വിരോധമായി സകല മനുഷ്യരും എഴുന്നേക്കും. അവർ പല്ല് കടിക്കും, പല്ലുറമ്പും, അവർ കൈകള് ചുരുട്ടി അടിക്കാൻ വേണ്ടി എഴുന്നേക്കും. പ്രൈസ് ദി ലോർഡ്. പൗലോസിനെ അന്ന് വരെ ആർക്കും ഒന്നും ചെയ്യണ്ടായിരുന്നു. പൗലോസ് ഗ്ലോറി കണ്ടപ്പോൾ, അഭിഷേകം വന്നപ്പോൾ, ആത്മനിറവ് വന്നപ്പോൾ പൗലോസിനെ കൊല്ലാൻ വേണ്ടി നടക്കിയ ആൾക്കാർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതാ അഭിഷേകത്തിന്റെ ഗുണം. നിന്റെ മേലെ ദൈവത്തിന്റെ യഥാർത്ഥ അഭിഷേകം ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിനക്ക് വിരോധമായി അന്ന് വരെ നിനക്ക് അനുകൂലമായിരുന്നവരൊക്കെ നിനക്ക് പ്രതികൂലമായി മാറാം. പക്ഷേ നീ ഭയപ്പെടരുത്. നിന്റെ കൂടെ രാജ്യങ്ങളെ ചലിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ ഗ്ലോറി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ഗ്ലോറിക്കായി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ കണ്ണുകൾ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. അസാധാരണമായ ദൈവത്തിന്റെ ഗ്ലോറി KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനകത്ത് വിശ്വാസികളുടെ മേല, ലീഡേഴ്സിന്റെ മേല, അഭിഷിക്തന്മാരുടെ മേല, ആഗ്രഹിക്കുന്നവരുടെ മേല ഇന്ന് പകൽക്കാലം, അടുത്തൊരു സീസണിൽ ഒരു ജോഷുവ ജനറേഷൻ പുറത്തു വരട്ടെ. ഇതുവരെ ആരും ചെയ്യാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാൻ, ആയിരങ്ങളെ സ്നാനപ്പെടുത്തുവാൻ, ഫിലിപ്പോസിനെ പോലെ ശമരിയ പട്ടണത്തെ ഇളക്കുവാൻ, മന്ത്രവാദികളെ മാനസാന്തരപ്പെടുത്തുവാൻ, പ്രൈസ് ദി ലോർഡ്, രാജ്യങ്ങളെയും രാജാക്കന്മാരെ ഇളക്കുവാൻ, ഭയപ്പെടുവാൻ ഒരു കൂട്ടം വ്യത്യസ്തരായ അഭിഷിക്തർ. പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല. പ്രൈസ് ദി ലോർഡ്. രാവിലെ പ്രൈസ് ദി ലോർഡ് അഭിഷേകമുള്ള സമയം വന്നിട്ട് പിന്നെ അടുത്ത സമയമാകുമ്പോൾ പാരമ്പര്യത്തിൽ ചെന്ന് മരണത്തിനും അടക്കത്തിനും വേണ്ടി, മെമ്പർഷിപ്പിന് വേണ്ടി, ജോലിക്ക് വേണ്ടി ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്നവന്റെ മേലല്ല ഈ അന്ത്യകാലത്ത് ആത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുന്നത്. പാരമ്പര്യം വിട്ട് പുറത്തു വരുന്നവന്റെ അകത്ത് ദൈവത്തിന്റെ അഭിഷേകത്തിന് വില കൊടുക്കുന്നവന്റെ മേല. പ്രൈസ് ദി ലോർഡ്. ജോലിയോ കൂലിയോ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഒന്നിനും പ്രാധാന്യം കൊടുക്കാതെ പരിശുദ്ധാത്മാവിന് വേണ്ടി നിൽക്കുന്ന ചിലരെ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അന്ത്യകാല ഉണർവിന് വേണ്ടി ചിലരെ പുറത്തു കൊണ്ടുവരണേ കർത്താവേ. കോംപ്രമൈസ് ഇല്ലാതെ ദൈവസന്നിധി നിൽക്കുന്ന ചില ദാനിയേലുമാരെ, കോംപ്രമൈസ് ഇല്ലാതെ ദൈവസന്നിധി നിൽക്കുന്ന ചില പൗലോസുമാർ,
ചില പത്രോസുമാർ, ചില ഫിലിപ്പോസുമാർ, ചില സ്തേഫാനോസിനെ പോലെ ചിലര്, ഈ നാളുകളിൽ യോഹന്നാനെ പോലെ ചിലര്, യേശുവിന്റെ മാറിൽ ചാരിയിരിക്കുന്ന ചിലര്, അന്ത്യകാല ഉണർവിന് വേണ്ടി ദൈവം ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കട്ടെ. അഭിഷേകത്തിന് വില കൊടുക്കുന്നവരെ എഴുന്നേൽക്കട്ടെ. സംഘടന ഉണ്ടാക്കുന്നവരല്ല, സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഓടുന്നവരെ അല്ല, പ്രൈസ് ലോർഡ്, വീടുണ്ടാക്കാൻ വേണ്ടി ഓടുന്നവരെ അല്ല, ഭൂമി വാങ്ങിക്കാൻ ഓടുന്നവരെ അല്ല, പ്രൈസ് ലോർഡ്, ബിൽഡിംഗ് പണിയാൻ ഓടുന്നവരെ അല്ല. ഈ നാടുകളിൽ റിവൈവലിന് വേണ്ടി ചുമല് കൊടുക്കാൻ ചിലരെ ആത്മാവ്